നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. പ്രിയ മക്കളെ, നമ്മൾ ഇപ്പോൾ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു മാസം ഇനിയും ഉണ്ട് നമുക്ക് ഈ വർഷം അവസാനിക്കാനായിട്ട്. എങ്കിലും നമുക്ക് ജാനുവരി അത് വേറൊരു ശുശ്രൂഷ. ഞാൻ ഇനി അവിടെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിനകം അല്ല ഒരു മിനിറ്റിനകം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പം 31st നൈറ്റ് നിങ്ങളുടെ എല്ലാം പള്ളികളിൽ സർവീസ് ഉണ്ടാകും. എങ്കിലും തലേദിവസം നമുക്ക് 30th നൈറ്റ് നമുക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും പുതിയൊരു 26th നമുക്ക് വരവേൽക്കാം, തയ്യാറാകാം. ഇപ്പം തന്നെ നിങ്ങൾ അതിനുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങണം. നമുക്ക് ജാനുവരി 1 തീയതി 2025 പോകാം. ബാക്കിലേക്കാണ്. 10 മന്ത്സായി. 11th മന്താണ്. 10 മന്ത്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 11th മന്താണ്. ഇന്ന് ജാനുവരി 27 അല്ലേ? നവംബർ 27. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പല റിസൊല്യൂഷൻസ് എടുക്കുന്നത് ഒരു തമാശ കളി പോലെയാണ് പലരുടെയും ജീവിതത്തിൽ. ഞാൻ ബൈബിൾ 3 മാസം കൊണ്ട് വായിച്ചു തീർക്കും. ഞാൻ വണ്ണം കുറയ്ക്കും. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും. ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകും. പിന്നെ കൂടുതൽ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കും. എന്തെല്ലാം റിസൊല്യൂഷൻസ് പ്രിയമക്കളെ നിങ്ങളെടുത്തു? ഒരു 3 നിങ്ങൾ അത് അഡിയർ ചെയ്തോന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതോ നിങ്ങളൊരു തീരുമാനം എടുത്തില്ലായിരുന്നോ? എനിക്കറിയില്ല. നമ്മളെല്ലാവരും തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ. ഒച്ച ഉണ്ടാക്കണ്ട, ബഹളം ഉണ്ടാക്കണ്ട, വീട്ടിൽ വഴക്കുണ്ടാക്കണ്ട, ഞാൻ ഇനിയും കുറച്ച് വഴക്കുണ്ടാക്കുകയുള്ളൂ, വീട്ടിൽ ആയിട്ട് സംസാരിക്കത്തില്ല, ഒക്കെ നമ്മൾ തന്നെത്താനെ നമ്മളെ തന്നെ കുറ്റം പറയില്ല, എങ്ങനെയൊക്കെ തീരുമാനങ്ങളെടുത്തു. ക്ഷമ പറയാം. എങ്കിലും ദൈവം ഇതുവരെയും കൊണ്ടുവന്ന് എത്തിച്ചതിന് നന്ദി പറയാം. നമ്മൾ ചില തീരുമാനങ്ങളെടുത്തു, ദൈവം അതെല്ലാം കണ്ടു. ദൈവനാമത്തിലാണ് എടുത്തത്. പാളിപ്പോയി, തെറ്റിപ്പോയി, ചെയ്യാൻ പറ്റിയില്ല, ഈശോയെ സോറി. ദൈവം അതിനൊന്നും നമ്മളോട് കണക്കിട്ടില്ല, നമ്മളെ പണിഷ് ചെയ്തില്ല, അതിന് നന്ദി പറയാം. നമ്മൾക്ക് ഇന്ന് വരയ്ക്കും ഈ ഒരു സമയം വരെയും നമ്മൾ മേജറായിട്ടുള്ള, നിങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് മേജറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ കയറുന്നുണ്ടാവില്ല. ലോകത്തിൽ ഞാനിപ്പം പറയാം, ചിലരൊക്കെ ഇപ്പം എൻ്റെ പ്രായത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തിച്ചാൽ, ചില കുട്ടികൾ ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് ഹല്ലേലൂയ, ചില കുട്ടികളൊക്കെ സഫർ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ വിഷമിച്ച് പോകും. നമ്മുടെ സൂസി ആസ്പത്രിയിൽ പോയിട്ട് വന്നിട്ട് പറയായിരുന്നു, എൻ്റെ സിസ്റ്ററെ എനിക്ക് ശരിക്കും ക്യാൻസർ ഉണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ ചെന്ന് ഓരോ കുഞ്ഞുങ്ങൾ ഓരോ രൂപത്തിലും ഭാവത്തിലും വരുന്നത് കാണുമ്പം ഞാൻ ഭാഗ്യവതിയാണെന്ന് ചിന്തിച്ചു പോകുന്നു. മനസ്സിലായോ? അവർ ഭാഗ്യവതിയല്ല, എൻ്റെ കണക്കിനല്ല, ദൈവം നടത്തിയെന്ന് പറയാം. പക്ഷേ അവർക്ക് ആ ഒരു അസുഖമുണ്ട്. അതിസുന്ദരിയായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം ആ അസുഖത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡില്ല. പക്ഷേ അവരുടെ 2 ചേച്ചിമാർ നല്ലതായിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുക, ഞാൻ എന്തുമാത്രം പ്രശ്നത്തിലാണ്. ഈയിടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുക ഏതാണ്ട് ചാനലിൽ കൂടെ കണ്ടതാണ്. കുറച്ച് നാളായി, 3-4-5 മാസമായി. മഴയുണ്ടായിരുന്ന സമയത്താണ്. 4 ചുറ്റും ഒരു ഉന്തുവണ്ടീൻ്റെ അടിയിൽ ചുറ്റുവട്ടം ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ഒരു സൂത്രം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്, അത് വെച്ച് കെട്ടിയിട്ട് ഒരമ്മയും മകളും അതിനകത്ത് ജീവിക്കുന്നു. എനിക്ക് തോന്നുന്ന കടക്കാരൊക്കെ വല്ലതും സഹായിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. അവരവിടെ ജീവിക്കുന്നു. വെള്ളവും മഴയും എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല മഴയുള്ള സമയത്തും കൂടിയായിരുന്നു. 2 പേർക്കും ക്യാൻസറാണ്. പെട്ടെന്ന് ഞാൻ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. കളിമണ്ണിന് കൊശവനോട് ചോദിക്കാൻ എന്ത് അവകാശം? ഈശോയെ, അങ്ങ് എങ്ങനെ ഇങ്ങനെ ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് എന്ന്. അത് പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അവസാനം ഇവരെ കണ്ട് ഇപ്പം ഇങ്ങനെ ഓർഗനൈസേഷൻസ്, അതിലേറ്റവും കൂടുതൽ പ്രിയമക്കളെ ഒന്ന് പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനികളെ ഒരു കുറ്റം പറയുന്നില്ല, അച്ഛന്മാരെയും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒന്നും ഒരു കുറ്റം പറയുന്നില്ല. കുറേ മുസ്ലിംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ചാരിറ്റി വർക്ക് ഇതുപോലെ അളിഞ്ഞ് നാറിക്കിടക്കുന്ന ഓരോരുത്തരെ എടുത്ത് നല്ല ഞാനാണ് എൻ്റെ വണ്ടിയിലൊന്നും അങ്ങനെയുള്ള നാറ്റം പിടിച്ചതിനെ കയറ്റത്തില്ല. ഹല്ലേലൂയ. അവരെ എടുത്ത് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കുളിപ്പിച്ച് തലമുടി വെട്ടി നൈറ്റി കൊടുത്ത് ആഹാരം കൊടുത്ത് അവിടെ ചില സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഒരു ക്രിസ്ത്യാനി
ഒരു ഒരു മുസ്ലിം യത്തീം ഖാന അതല്ലേ പറയണെ അതിന്? അതിനകത്ത് പോയിരിക്കുക. അയാള് പറയുകയാണ് അവിടുത്തെ ആൾക്കാരെല്ലാരും കൂടെ ഇയാളെ പരിചരിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അവിടുന്ന് പോകുകയേ വേണ്ടാന്ന്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ദൈവം നമ്മളുടെ പ്രശ്നങ്ങൾ വലിയ മല പോലെ നമ്മൾ കണ്ടിട്ടിരിക്കുകയല്ലേ പ്രിയ മക്കളെ. അത് നമുക്ക് തരണം ചെയ്യാനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. തരണം ചെയ്യാനുള്ള സപ്പോർട്ട് ദൈവം തരുന്നുണ്ട്. അത് ഭാര്യയിൽ കൂടെ, ഭർത്താവിൽ കൂടെ, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആൾക്ക് നിങ്ങളുടെ ജോലിയിൽ കൂടെ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് അങ്ങേ അറ്റത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ അന്നം കഴിക്കാനായിട്ടില്ലാത്ത എത്രയോ പേര് ചുറ്റുവട്ടം കിടക്കുന്നു. നീ ഭാഗ്യവതിയാണോ അല്ലയോ? ഭാഗ്യവാനാണോ അല്ലയോ? ആവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. താങ്ക്സ് ഗിവിംഗ് ഡേ ആണെന്ന്. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. അവരൊക്കെ നമ്മുടെ ഷൂസിലൊന്ന് കയറി നിന്നാൽ കൊള്ളാമെന്ന് അവർ സ്വപ്നം കാണുന്നുണ്ടാവും, ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് വീടുണ്ട്, കിടക്കാനൊരു സ്ഥലമുണ്ട്, മനോഹരമായിട്ടുള്ള സെറ്റപ്പ് വീടിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് 30-ാം ദിവസം ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് വരുമാനം കിട്ടുന്നുണ്ട്. ഇത് ദുരിശിച്ചാണേലും കഴിഞ്ഞാലും നമുക്ക് പട്ടിണിയില്ലാണ്ട് കിടക്കാൻ പറ്റുന്നുണ്ട്. നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാശുപത്രിയിൽ ഒരാവശ്യം വന്നാൽ ബില്ല് പേ ചെയ്യാനുള്ള, ആശുപത്രി കൊണ്ടുവന്ന് കാണിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നന്ദി പറയാം. ഈയിടെ ഒരു വ്യക്തിൻ്റെ കാര്യം അറിയാൻ കഴിഞ്ഞു. വിഷമിച്ചു പോയി. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, ക്യാൻസറാണ്, 4th സ്റ്റേജായി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മരുന്ന് മേടിക്കാൻ ആശുപത്രി പോയി നോക്കിയാൽ അവർ പറയും ആ മരുന്ന് ചെയ്യ്, ഈ മരുന്ന് ചെയ്യുന്നു. പൈസ ഇല്ല, മരണം കാത്ത് കിടക്കുകയാണ്. ദുഃഖം ധാരധാരയായിട്ട് എൻ്റെ കണ്ണിന്ന് ഒഴുക്കണമെന്ന് എനിക്ക് തോന്നി. ദുഃഖം തളം കെട്ടിക്കിടന്നു. ഈ ക്യാൻസർ എന്ന് പറയുന്ന മരണം ഒരു ഒരു ഡെത്ത് വാറന്റ് എഴുതി കൈ കിട്ടി അത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവമാണ്. അറിയാവുന്നതാണ്, ഇതറിയുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയം നമ്മളെ പിടിച്ച് കുലുക്കുന്ന ഒരവസ്ഥ. അവർ പറയാണ് ഒന്നും ചെയ്യാനില്ല, 4th സ്റ്റേജാണ്, എനിക്ക് മരുന്ന് ചെയ്യാനുള്ള കഴിവില്ല, എൻ്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, അതുകൊണ്ട് ലെറ്റ് ദ ഡെത്ത് കം ആൻഡ് ടേക്ക് മീ അവേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഓരോ നിമിഷവും ഇതിൻ്റെ വേദന? ഞാൻ പണ്ടൊരു കാര്യം വായിച്ചത്, ഒരു കൈ, അതൊന്നും എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ എവിടെയോ വായിച്ചതാണ്. ഒരു വിരലെടുത്ത്, നമ്മുടെയൊക്കെ വിരൽ കഥേൻ്റെ ഇടയിൽ വെച്ചിട്ട് ഓർക്കാപ്പുറത്ത് ചതഞ്ഞു പോയിട്ടുണ്ട്. അന്നേരം ഒരു വേദന, ഒരു ഷൂട്ടിംഗ് പെയിൻ വരും. അത് കൈയിൻ്റെ ഒരു കുഞ്ഞു വിരലല്ല, ഒരു ഭാഗമായിരിക്കും, നഖത്തിൻ്റെ അവിടെയോ അറ്റം വല്ലോ ആയിരിക്കും ഇതിനകത്ത് പെടുത്തിരിക്കുന്നത്. പക്ഷേ കണ്ണിൽ കൂടെ തീ പാറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ പാറും. ഒരു നിപ്പ് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കൈ ആണെങ്കിൽ കാലിൻ്റെ ഇടയിലോട്ട് എടുത്തു വെച്ച് അലറും നമ്മൾ. അപ്പോൾ ക്യാൻസറിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞത്, ഒരു വിരലെടുത്ത് ടൈം ആൻഡ് അഗൈൻ വീണ്ടും 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 കതകിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വലിച്ചടച്ചാലുള്ള വേദനയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേദനയില്ലല്ലോ മകനെ? നന്ദി പറയാമോ ഈശോയ്ക്ക്? ലോർഡ്, ഐ താങ്ക് യു ലോർഡ്. ഈ ഒരു അവസരത്തിൽ കൂടെ അങ്ങ് എന്നെ പിടിച്ചുകൊണ്ട് പോകാത്തതിന് ഞാൻ നന്ദി പറയുന്നു. അതേസമയം ഈ അവസ്ഥയിലുള്ള എല്ലാ ആൾക്കാരെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച്, വേഗം അങ്ങയുടെ കരം അവരുടെ മേളിൽ വരണം, അവരെ സൗഖ്യപ്പെടുത്തണം. ഞങ്ങളറിയാത്ത ആൾക്കാരാണ്, ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ, ക്യാൻസർ വികൃതമാക്കിയ മുഖങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയും. വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ. ഒരു ബർത്ത്ഡേ വന്നിട്ട്, എൻ്റെ കുട്ടിക്കൊരു 18ാമത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഒരു ഇതിനകത്ത് കണ്ടതാണ്, കമൻറ്റിനകത്ത് ആദ്യമായിട്ടുള്ള ലൈവ് ഇട്ടപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്ക് ഒരു ഷർട്ട് പോലും മേടിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അലമാര നിറച്ച് തുറന്നാൽ ഇങ്ങോട്ട് ചാടി വരും, അതുപോലെ ഉടുപ്പുകളല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും വസ്ത്രമില്ലാതിരിക്കുന്ന ആൾക്കാരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പറ്റുമെങ്കിൽ ഓരോ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ചെറിയ സഹായങ്ങളായിട്ട് ഒരു ഉടുപ്പ് മേടിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളത് സന്തോഷത്തോടെ, അങ്ങാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളെന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. നന്ദി പറയുന്ന ഈശോയെ,
ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, വില കൂടിയ വസ്ത്രം. നമ്മൾ ഒരു വസ്ത്രമല്ലല്ലോ എടുക്കുന്നത്. ഒരു വസ്ത്രം ആണ്ടിലൊന്ന് മാത്രം, അല്ലെങ്കിൽ ക്രിസ്മസിന് മാത്രം എടുക്കുന്നവരുണ്ട്, ഓണത്തിന് മാത്രം എടുക്കുന്നവരുണ്ട്. നമുക്ക് തോന്നുമ്പോഴെല്ലാം നമ്മൾ പോയി ഇഷ്ടം പോലെയല്ല വസ്ത്രം എടുക്കുന്നത്, ഒരു വസ്ത്രമല്ലല്ലോ. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. ഹൃദയം ആനന്ദം കൊണ്ട് നിറയട്ടെ, നന്ദി കൊണ്ട് നിറഞ്ഞൊഴുകട്ടെ. അതൊരു പ്രാർത്ഥനയായി, ഒരു ധൂപമായി, ഒരു യാഗമായി ദൈവസന്നിധി ചെല്ലട്ടെ. ജീസസ്, 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 ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശു. ആമേൻ. ആഹാരം ഇഷ്ടമുള്ളത് കഴിക്കുന്നുണ്ട്. ഇനി അടുത്ത മീല് ഒരിക്കൽ മദർ തെരേസ ഇങ്ങനെ കുഞ്ഞുങ്ങൾ അവരുടെ സെൻറ്ററിലുള്ള ഓർഫണേജുകളിലുള്ള കുട്ടികളെ കാണാൻ പോയി, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു കുഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ ഓരോ ചോറ് എണ്ണി തിന്നുന്ന കണക്ക് ഓരോ പറ്റെടുത്ത് നിന്നാണ്. ചിലവർ ആർത്തി മൂത്തിട്ട് കുഞ്ഞ് കൈയും കൊണ്ട് വാരി വായിക്കാത്തോട്ടിടും, കുറേ താഴെയും പോകും, കുറേ പ്ലേറ്റിലും വീഴും, ബാക്കി നെഞ്ചത്തും കിടക്കും. മദർ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ അരികെ ചെന്നിട്ട് ചോദിച്ചു, കുഞ്ഞെന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന്? അന്നേരം അവർ പറഞ്ഞു, അമ്മേ, വേഗം തിന്നാൽ ഇത് മുഴുവനും തീർന്നു പോകുമെന്ന് എനിക്ക് പേടിയാണ്. നീ അടുത്ത മേളിൽ എവിടുന്നാ വരുന്നതെന്നറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്നിട്ട് എന്താ ബാക്കിയുള്ളത് ചെയ്യേണ്ടതെന്നറിയാഞ്ഞിട്ട് ചില ആൾക്കാരുടെ ഒരു രീതിയുണ്ട്. ആഹാരം ചീത്തയാകാൻ വരെ വെച്ചോണ്ടിരിക്കും. വേണ്ടായിരിക്കും, കാരണം പിന്നെയും ഉണ്ടാക്കാമല്ലോ. ഇന്നൊരെണ്ണം ഉണ്ടാക്കി അതിൻ്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ മറ്റേതെടുത്ത് വെച്ച്, പിന്നെ മറിച്ചതെടുത്ത് വെച്ച്, നാളെ വേറെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി തിന്നു. കളയാൻ മനസ്സല്ല. അപ്പം എന്താക്കും? ചീത്തയാകട്ടെ എന്ന് വിചാരിക്കും. ചീത്തയായി പൂപ്പൽ പിടിച്ച് എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കളയും. അപ്പം ചീത്തയായതുകൊണ്ടാണല്ലോ കളഞ്ഞത്. അത് ചീത്തയാകുന്നത് വരെ 5 ദിവസം അവിടെ വെക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ഇഷ്ടം പോലെ തിന്നാനുള്ളത് കൊണ്ടാണ്. നീ കളയുന്ന ഒരു ഭക്ഷണം ആഫ്രിക്കയിലെ ഒരാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, വിശക്കുന്ന ഒരാൾക്ക് കിട്ടിയെങ്കിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഭക്ഷണത്തെ വളരെ ബഹുമാനപൂർവ്വം നിങ്ങൾ കാണുക, കൈകാര്യം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. തന്നതിനെ ഓർത്ത് നന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഈശോയെ. ഞങ്ങൾ 3 നേരം കഴിക്കുന്നുണ്ട്, അല്ലെ 4 നേരം കഴിക്കുന്നുണ്ട് ഈശോയെ. ഒരു നേരം പോലും ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങളെ, മനുഷ്യന്മാരെ ഓർത്ത് സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ, അങ്ങക്ക് അവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ കഴിയും. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയുമെങ്കിൽ ഒരു നേരമെങ്കിലും അങ്ങേ അപ്പുറത്ത് കണ്ടുകൊണ്ട് ആഹാരം കൊടുക്കാൻ ഉള്ള ഒരു സന്മനസ് തരണേ എന്ന് യാചിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. ഞങ്ങൾ കരയുന്ന അവസരങ്ങളുണ്ട് കർത്താവേ, ഞങ്ങൾ ഹൃദയം വേദനിക്കുന്ന അവസരങ്ങളുണ്ട്. ഒന്നേ ഭർത്താവ് വരും, അല്ലെ ഭാര്യ വരും, ചോദിക്കും, ഫ്രണ്ട്സിനോട് വിളിച്ച് പറയും. ഏകനായി കണ്ണുനീര് മുഴുവനും വാരിയെറിഞ്ഞ് സമാധാനിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുന്ന മക്കള് വലിയ ഇടുത്തി വീണെന്നൊക്കെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഒരു തോളില്ല ഒന്ന് ചാരിക്കരയാൻ. ഞങ്ങൾക്ക് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സിബിലിങ്സ് ഉണ്ട്. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ചുറ്റുവട്ടവും ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, പറയാൻ പറ്റും. ക്ഷമിക്കണം ഈശോയെ. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈശോയെ. ചുറ്റുവട്ടമുള്ള വേദനിക്കുന്ന ആത്മാക്കളിൽ അങ്ങേ കാണാനുള്ള കണ്ണ് ഞങ്ങൾക്ക് തരണേ. അതങ്ങാണെന്ന് വിചാരിച്ച് ഓടി വന്ന് വഴിയിലിരുന്ന് കരയുന്നവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നോക്കാൻ, കരുണയോടെ നോക്കാൻ, പ്രവർത്തിക്കാൻ ഇടയാക്കണമേ കർത്താവേ. പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ഈശോയെ. ക്ഷമിക്കണേ കർത്താവേ. ദൈവമേ, അങ്ങ് തന്നിരിക്കുന്നതെല്ലാം ഞങ്ങൾ ഏതാണ്ട് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കാരം കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഞങ്ങൾ ഏതാണ്ട് 7th സ്കൈയിലാണെന്നുള്ള രീതിയിൽ, ദൈവമേ,
അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു വണ്ടി വന്ന് മെല്ലെ ഒന്ന് ഇടിച്ചാൽ മതി, എള്ളി തവിട് പൊടിയായി. പിന്നെ ശരീരത്തിൻ്റെ ഷേപ്പ് പോലെ ഞങ്ങളുടെ സൗന്ദര്യത്തിലും ഞങ്ങളുടെ ധനത്തിലും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ഞങ്ങളുടെ എല്ലാത്തിലും, ഞങ്ങളുടെ ഭർത്താവിനെ ഓർത്ത്, ഭാര്യനെ ഓർത്ത്, മക്കളുടെ സ്ഥിതി ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസം ഓർത്ത്, കുടുംബ മഹിമയോർത്ത്, പേരോർത്ത്, കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പേരും എല്ലാം ഓർത്ത്, കുടുംബ പേര് അങ്ങോട്ടേക്ക് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വലിയൊരു കാര്യമാണ് ഈശോയെ. ഇതെല്ലാം നശ്വരമാണ്. ഇതൊരൊറ്റ സെക്കൻഡിലേക്കേ ഉള്ളൂ ഈശോയെ. ഞാൻ അറിയുന്ന ഒരു വ്യക്തി രണ്ട് കൈ കൊണ്ടുമാണ് വന്നത്. എന്തോ ഒരു സംഭവം, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സിസ്റ്ററായിരുന്നു. കാണാൻ വന്ന സുന്ദരിയായിട്ടുള്ളൊരു പെങ്കൊച്ച് തോളെല്ലിൻ്റെ അവിടം വെച്ച് മുറിച്ച് കളഞ്ഞിരിക്കുക. കറണ്ട് അടിച്ചതാണ്. എങ്ങനെയോ എന്തോ ഓപ്പറേറ്റ് ചെയ്ത്, എന്താ ചെറിയ ഒരു കുട്ടിയാണ്, ഇത് എന്താണ് മിക്സിയോ അങ്ങനെ എന്തോ ഒരു സാധനം ചെയ്തു, കറണ്ട് അടിച്ചു, കൈ മുറിച്ച് കളഞ്ഞു. അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മളിതിലൊക്കെ എത്രയോ അഹങ്കാരമാണ്, നെഗളിപ്പാണ്. ക്ഷമിക്കണേ കർത്താവേ. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മളോട് ബസ്സിൽ കയറുമ്പോൾ, അല്ലെ പബ്ലിക് പ്ലേസിലിരിക്കുമ്പോൾ, പള്ളിയിൽ പോകുമ്പം നമ്മളുടെ അത്ര സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാരെ കണ്ടാൽ അവിടെ വിടും. നമ്മളുടെക്കാളും പൊങ്ങിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവരോട് പരിചയപ്പെടാനൊക്കെ ഈശോയെ. എന്നാൽ അങ്ങ് ഏറ്റവും താഴേക്കിടയിലുള്ള മുക്കുവന്മാരെയാണ് വിളിച്ചു കൂട്ടിയത്. എന്ത് കാര്യത്തിനായിരുന്നു ഈശോയെ? അവിടെ വലിയ പ്രമാണികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ചെയ്തത് ഈശോയെ. ദൈവമേ, തെറ്റിപ്പോയി. ഞങ്ങളെ സമാധാനിക്കാൻ, സ്വാന്തനിപ്പിക്കാൻ അങ്ങ് തന്നിരിക്കുന്ന ആൾക്കാരെ ഞങ്ങളുടെ കുറക്കാലം കൊണ്ട് ഞങ്ങളുടെ കൂടെ ജീവിതത്തിൽ തരണേ. ഞങ്ങൾക്ക് അവർ സപ്പോർട്ടും ഞങ്ങൾ അവർക്ക് സപ്പോർട്ടുമായിട്ട് ജീവിക്കാൻ, പരസ്പരം കൺസോൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മക്കളായിട്ട് തന്നിട്ടുള്ളവരെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഓർത്ത് ഓരോരുത്തരും അവനവൻ്റെ ഹസ്ബൻഡിനെ സമർപ്പിച്ച് നന്ദി പറയാം. അവരായിരിക്കുന്ന ആ വ്യക്തിത്വത്തിനെ ഓർത്ത് നന്ദി പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇണങ്ങിയതാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇണങ്ങിയതല്ല, ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ നന്ദി പറയാം. കാരണം ആ വ്യക്തി ഇന്ന് നിൻ്റെ വീട്ടിൽ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ പിന്നെ ഇന്ന് നീ ആയിരിക്കുന്ന അതുപോലെ ഒരിക്കലും നിനക്ക് ജീവിക്കാൻ കഴിയില്ല. അതൊരു വലിയ ദുഃഖമായിരിക്കും, വേദനയായിരിക്കും, നികത്താൻ പറ്റാത്ത ഒരു ഒരു ഗ്യാപ്പാണ് അതുണ്ടാവുന്നത്. അതുപോലെ തന്നെ വൈസ വേഴ്സ, ഭർത്താക്കന്മാർ ഭാര്യമാർ ആയിരിക്കുന്ന അവസ്ഥയിൽ, അവരായിരിക്കുന്ന രീതിയിൽ, അവരുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾ, നല്ല ഗുണങ്ങളെല്ലാമായിട്ട് ദൈവമാണ് നിങ്ങൾക്ക് അവരെ തന്ന. ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. നിങ്ങളെ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവുമായി യോജിപ്പിച്ചതിൽ ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. ദൈവകരങ്ങളിൽ നിന്ന് അവരെ ഇന്ന് വീണ്ടും സ്വീകരിക്കുക. ദൈവത്തിന് നന്ദി പറയാം, നന്ദി പറയാം. യേശുവേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. എനിക്കായി ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കർത്താവെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെതെല്ലാം എനിക്കായി മാറ്റി. അദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കെയർ എനിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മകളെ എനിക്കാണ് ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ജീവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവർ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ കെയർ ചെയ്യുന്നില്ല. നമുക്ക് അവരെക്കുറിച്ച് ഒത്തിരി കംപ്ലൈൻ്റ് ഉണ്ട്. നെവർദലെസ്, താങ്ക് ദ ലോർഡ് ഫോർ ദം. അവരില്ലായിരുന്നെങ്കിൽ, അവരിൽ ആരെങ്കിലും ഒരാൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ഇന്നായിരിക്കുന്ന അവസ്ഥയിലാവില്ല. നീ ദുഃഖത്തിൻ്റെ നടുക്കടലിൽ വീണു പോകും. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി പറയാം. നിങ്ങൾക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കെട്ടി വന്ന മക്കൾ നിങ്ങളുടെ ആഗ്രഹത്തിന് പെട്ടതല്ലായിരിക്കാം. മരുമകൻ, മരുമകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് അവരുടേതായിട്ടുള്ള കുറവുകളുണ്ട്. അവർ ജനിച്ച് വളർന്ന സാഹചര്യം, എൻവയോൺമെൻ്റ് എല്ലാം അവരുടെ ക്യാരക്ടറിനെ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതുപോലെ അല്ലായിരിക്കും അവർ. പക്ഷേ അവരെ ദൈവസന്നിധിയിൽ നിന്ന് റിസീവ് ചെയ്യുക. നിൻ്റെ മരുമകൾ മരിച്ചു പോയാൽ നിൻ്റെ മകൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവളങ്ങ് പോട്ടെ എന്ന് നിനക്ക് വിചാരിക്കാൻ പറ്റും?
ഇവിടെ ഇരിക്കുന്ന വ്യക്തികളോട് മാത്രമല്ല, ഇത് കേൾക്കാൻ പോകുന്ന ആൾക്കാരോടും കൂടെയാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചതുപോലെ, ഞങ്ങളെ പാപികളായിരുന്നപ്പോഴും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങാണ് ആദ്യം ഞങ്ങളെ സ്നേഹിച്ചത്. ഞങ്ങളല്ല അങ്ങേ തിരഞ്ഞെടുത്തത്, അങ്ങാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ആ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ജീസസ്, ജീസസ്, ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവമേ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാഞ്ഞിട്ടല്ല. ദേ ഇപ്പം ഞാൻ എൻ്റെ മൊബൈലിലോട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെ ഹാഫ് ആൻ അവറിന് മുൻപ് എനിക്കൊരു മെസ്സേജ് വന്നു. എന്ന് എഴുതി കണ്ടു. എനിക്ക് തോന്നുന്നത് മനോരമയോ അങ്ങനെ വല്ലതും ആയിരിക്കും. ചാനലുകാരാണ്. കൊണ്ടോട്ടിയിൽ ഒരു അപകടം ഉണ്ടായ ഒരാൾ മരിച്ചുപോയി. എന്തെല്ലാം പ്ലാനുകൾ അവർക്കുണ്ടായിരുന്നായിരിക്കാം. ന്യൂ ഇയറിന് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. തീർന്നല്ലോ അല്ലേ? ദൈവമേ, ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിനും നന്ദി പറയുന്ന കർത്താവേ. 27-ാം തീയതി നവംബറിൽ ഞങ്ങൾ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. ശ്വാസത്തിന് നന്ദി പറയുന്നു. കാരണം ഈ ശ്വാസം പോയാൽ ഞങ്ങൾ വെറും മരം പോലെ ആയിപ്പോവും. ശവമാണ്. ഒരു 24 അവേഴ്സിലധികം ഞങ്ങളുടെ ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും മാതാപിതാക്കളും ഭർത്താവോ ഭാര്യയോ മക്കളോ ഒന്നും പിന്നെ ഞങ്ങളെ വെച്ചോണ്ടിരിക്കില്ല. ഈശോയെ മാറ്റിക്കൊണ്ടു പോകുമെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ ഒരു ദിവസം കാണാനിടയായി. എൻ്റെ വീട്ടിൽ ചീവീടുണ്ട്, പാമ്പുണ്ട്, മറ്റേ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, എലി കണ്ടിരുന്ന പെരിച്ചാഴിയുണ്ട്. ഇതിനും നന്ദി പറയുന്നു കർത്താവേ. കൂടുതൽ ചോദിച്ച് മേടിക്കുന്നില്ല, പക്ഷേ ഇതിങ്ങനെ തന്നതുകൊണ്ട് 24 മണിക്കൂറും അങ്ങയെ ധ്യാനിക്കാനിടയായി. എൻ്റെ മകളുടെ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ എന്തുമാത്രം കാഠിന്യമാണെന്ന് ഇത് മുഖാന്തരം മനസ്സിലായി. എൻ്റെ പ്രാർത്ഥന നിർത്തണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ള ഇത് മുഖാന്തരം മനസ്സിലായി. അതുകൊണ്ട് ഞാനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട്, അങ്ങയോട് യാചിക്കാനായിട്ട്, കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനിടയാക്കി. അതിനും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കർത്താവേ, ലൂസിഫർ എന്നെ വിസിറ്റ് ചെയ്തു ഹാലോവിൻ്റെ അന്ന്. അതിനും നന്ദി പറയുന്നു. കാരണം ആ നരകത്തിന് എതിരായിട്ട് ഞാൻ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്കിപ്പോൾ തോന്നുകയാണ് ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാക്കളുടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലൂസിഫറിന് എന്നോട് ഇഷ്ടമില്ലാത്തത്. പണ്ടൊക്കെ കന്യാസ്ത്രീകൾ എന്നെ കാണാൻ കൊള്ളരുതാത്തതുകൊണ്ട് ലൂസിഫർ എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ സാക്ഷാൽ ലൂസിഫർ എൻ്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും ഞാൻ ജീവനോടിരിക്കുന്നു ഈശോയെ. അങ്ങനെ പൊതിഞ്ഞ് രക്തത്തിൽ പൊതിഞ്ഞ് ആ രാത്രി ഹാലോവിൻ്റെ അന്ന് സൂക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഈ മുറി വന്ന് ഈശോയെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ജനാല പോലും വെന്റിലേഷൻ പോലും ഇല്ലാത്ത വീടുകളാണിത്. ദൈവമേ, അങ്ങ് കണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇന്നും ഒരു വിസിറ്റേഷൻ ആ അന്ധകാരത്തിൻ്റെ തലവൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നു. നന്ദി പറയുന്നു. എൻ്റെ ജീവിതം ഐ ഡെഡിക്കേറ്റ് മൈ ലൈഫ് അറ്റ് യുവർ ഫീറ്റ് ലോർഡ് ടു പ്രീച്ച് അബൌട്ട് ദ ഡിവൈൻ മെർസി. ആ ലൂസിഫർ വന്ന് എൻ്റെ മൂക്കിലൊരു ഒന്ന് ഞെക്കിപ്പിടിച്ചിരുന്ന ഇവിടെ ചത്തുപോയേനെ. ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു ശ്വാസം മുട്ടുണ്ടായാൽ മതിയായിരുന്നു ഈശോയെ. എന്തെല്ലാം എവറിത്തിങ് വാസ് പോസിബിൾ. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാഞ്ഞിട്ടല്ല ഈശോയെ. ഞങ്ങൾ അശ്രദ്ധയുണ്ടാകാഞ്ഞത് കൊണ്ടല്ല ഈശോയെ. അങ്ങയുടെ കരുണ പൊതിഞ്ഞതുകൊണ്ടാണ് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവനോട് നന്ദി പറയുന്നത്. റോഡിൽ ധാരാളം അപകടങ്ങൾ, പ്രത്യേകിച്ച് കേരളം, ഇന്ത്യ ഒരു വലിയൊരു പേടിപ്പെടുത്തുന്ന ഒരു രാജ്യമായിട്ട് മെക്സിക്കോ ആയിരുന്നു ഏറ്റവും കൂടുതൽ റോഡ് അപകടം ഉണ്ടാകുന്നത്. അവിടെ ഈ ഡ്രഗ്സും എല്ലാം കഴിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടും കൂടെയാണ്. അതിപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ധാരാളം ജീവിതങ്ങൾ റോഡിൽ പൊലിഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് ഈ 2 വീലർ പോകുന്ന 18, 19, 20, 21, 26 വയസ്സുള്ള കർത്താവേ, കരുണയായിരിക്കണം. യേശുവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു. അതിലൊരെണ്ണം ഞങ്ങൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പടമായിട്ട് മാറായിരുന്നു ഈശോയെ. അല്ല, ചാനലിനൊരു ന്യൂസായിട്ട് മാറാമായിരുന്നു.
എന്നാൽ അങ്ങയുടെ വലിയ കരുണയിൽ അങ്ങയുടെ ചങ്കിലെ രക്തത്താൽ പൊതിഞ്ഞ് സൂക്ഷിച്ചതുകൊണ്ട് ഞങ്ങളിപ്പോൾ വരും ജീവനോടിരിക്കും. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലാഡിസ് പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വർഷം നമുക്ക് ദൈവം തന്നു, ഇതുവരെ തന്നു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയായിരിക്കട്ടെ പിതാവിനും കാരണവനായ കർത്താവേ, തെസ്സലോനിക്ക 5:18 പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രദർശിപ്പിക്കാന് ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. കർത്താവെ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നന്ദി പ്രദർശിപ്പിക്കുന്നു. നന്ദി ഒരു പ്രാർത്ഥനയായി തന്നെ ഞങ്ങൾ അങ്ങിൽ സമർപ്പിക്കുന്നു. ആദ്യമായി നന്ദി അർപ്പിക്കുന്നത് എന്നെ ഇങ്ങനെയാക്കി രൂപപ്പെടുത്തിയെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. എന്റെ ജീവിതത്തെ ഞാൻ ആക്കി മാറ്റിയ, എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു. എന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത്, സ്നേഹനിധികളായ എന്റെ പേരൻസിനെ ഓർത്ത്, എന്റെ കൂടപ്പിറപ്പുകളെ ഓർത്ത്, എന്റെ ചുറ്റുപാടുകളെ ഓർത്ത്, അയൽവക്കക്കാരെ ഓർത്ത്, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞാന് കർത്താവിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. യേശു ക്രിസ്തുവിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ നല്ല വളർച്ച തന്നതിനെ ഓർത്ത്, സാഹചര്യങ്ങൾ തന്നതിനെ ഓർത്ത്, എന്നെ ഞാനാക്കിയതിനെ ഓർത്ത്, എനിക്ക് ഇതെല്ലാം ഒക്കെ തന്നെ എല്ലാ ചുറ്റുപാടുകളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് അവരെല്ലാം ചേർത്ത് നന്ദി പറയുന്നു. എന്നെ വിശ്വാസത്തിന്റെ പാതയിൽ നയിച്ച എന്റെ പേരൻസ്, പൂർവികർ, ബന്ധുമിത്രാദികൾ, സന്യാസിമാർ, വൈദികര്, എല്ലാവരെയും ഓർത്ത് ഞാന് നന്ദി പറയുന്നു. എനിക്ക് വളരാനുള്ള ചുറ്റുപാടുകൾ തന്നതിന്, മാതാവിന്റെ പ്രത്യക്ഷീകരണം തന്നതിന്, സ്നേഹത്തോടെ ഞാന് എല്ലാരെയും ചേർത്ത് വെച്ച് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും സന്തോഷവും ത്രിയേക ദൈവത്തിന്റെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞതിന്, ആ വിശ്വാസത്തിൽ എന്നെ വളർത്തിയതിന്, ആ വിശ്വാസത്തിലായിരിക്കുന്നത് എനിക്ക് അഭിമാനമായി തോന്നുന്നു. ഒരിക്കലും ഇതിലല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്. ആ സ്നേഹം മറ്റുള്ളവർക്ക് ചെറിയ വിധത്തിലെങ്കിലും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ വളർച്ചയില് എനിക്ക് ടീച്ചേഴ്സ്, എന്റെ സ്വഭാവ രൂപീകരണത്തിന്, എന്റെ ചുറ്റുപാട്, എന്റെ ഫ്രണ്ട്സ്, എന്റെ കൊളീഗ്സ്, ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചവരെ, എന്നെ നിഷേധിച്ചവരെ, എന്നെ വിമർശിച്ചവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി പറയുന്നു. എന്റെ സാമ്പത്തിക മേഖലയെ ഓർത്ത്, ജോലിയെ ഓർത്ത്, ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഓർത്ത്, കോവർക്കേഴ്സിനെ ഓർത്ത്, ലൈഫ് പാർട്ട്ണർ, എന്റെ ഫാമിലി എല്ലാം ഓർത്ത്, അവരുടെ പാരൻസിനെ ഓർത്ത്, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എനിക്ക് തന്ന ആരോഗ്യമുള്ള മക്കളെ ഓർത്ത്, എനിക്ക് അവരുടെ സ്റ്റഡി ഓർത്ത്, അവരുടെ ജോബിനെ ഓർത്ത്, എല്ലാം നല്ല വിധത്തിൽ ഒരുക്കി തന്നതിന്, എത്രമാത്രം നല്ല വിധത്തിൽ അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഒരുക്കി തന്നതിനെ ഓർത്ത്, ഒന്നിനും ഒരു കുറവുമില്ലാത്ത വിധത്തില് അങ്ങനെ നിറവായിട്ട് എന്നെ ഇപ്പോഴും കരുതുന്നതിനെ ഓർത്ത് ഞാന് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. എന്റെ ജോലി, എന്റെ റിട്ടയർമെന്റ് ജീവിതം, വിശ്വാസ വളർച്ചയിലെ മേഖല, മാതൃവേദി, വിൻസെന്റ് ഇപ്പോൾ ഞാൻ അടങ്ങുന്ന എല്ലാ കരിസ്മാറ്റിക്, അഖണ്ഡ ജോമാല ഗ്രൂപ്പ്, നമ്മുടെ
മിറക്കിൾ നൈറ്റ്, മിറക്കിൾസ് ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിനെയും ഓർത്ത്, ഞാനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത്, എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ എല്ലാവരെയും ഓർത്ത്, വ്യത്യസ്ത മേഖലയിലുള്ള വ്യത്യസ്ത ആൾക്കാരെ ഓർത്ത്, നമ്മുടെ ഇപ്പൊ ഈ മിറക്കിൾ ഗ്രൂപ്പിലെ വ്യത്യസ്ത സ്നേഹമുള്ള എല്ലാവരെയും ഓർത്ത്, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ അവരെല്ലാം ചേർത്ത് വിളിച്ചുകൊണ്ട്, കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥ, എന്നെ സ്നേഹിച്ചവരില്, എന്നെ വേദനിപ്പിച്ചവര്, എന്നെ സ്നേഹിക്കാൻ ഇനിയും സ്നേഹിക്കാനിരിക്കുന്നവരെ എല്ലാം ഓർത്ത്, എന്റെ ജീവിതത്തെ ഓർത്ത്, കർത്താവെ നീ എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും നിറവിൽ നീ എന്നെ നിർത്തിയത് ഓർത്ത് പറഞ്ഞാൽ തീരില്ല. കർത്താവെ ഓരോ നിമിഷത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഗലാത്യ 6:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കാൻ എനിക്കിടയാക്കട്ടെ. ഞാൻ അങ്ങേക്ക് എല്ലാത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ അടുത്ത തീരുമാനം കൂടുതൽ പാലിയേറ്റീവ് കെയർ കൂട്ടാനും, അങ്ങേക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് അങ്ങയുടെ നാമ മഹത്വത്തിനായി ഇനിയുള്ള എന്റെ ജീവിതം അങ്ങയാണ് മാറ്റിവെക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണമേ എന്നോർത്ത് ഞാൻ കർത്താവേ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഹോളി സ്പിരിറ്റ് ഫിൽഡ് ഇതായിരുന്നു നിങ്ങളൊക്കെ. ഞാൻ അവര് പറഞ്ഞപ്പം ഞാനും അവരെ വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഓർത്ത് ആ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയായിരുന്നു. വളരെ പവർഫുൾ ആയിരുന്നു. മേഴ്സി പുത്തമ്പര ജോലിയിലാണോ അതോ പറയാൻ പറ്റുമോ? പുള്ളിക്ക് മിണ്ടാട്ടമില്ല, അതുകൊണ്ട് ജോലിയിലായിരിക്കും. പ്രൈസ് ലോർഡ്. അവിടെ നിൽക്കട്ടെ. ജോൺസൺ. ആദ്യം തന്നെ ഈശോയോട് മാപ്പി വയ്ക്കുന്നു. ഈ ഒരു വർഷവും ഞങ്ങൾക്ക് നൽകിയ എല്ലാ ഓർത്ത് നന്ദി പറയാത്തതിനോർത്ത് മാപ്പി വയ്ക്കുന്നു. ഈശോയെ അങ്ങ് ദാനമായി നൽകിയതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഈശോയെ അടിയന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഈ നന്ദി പറയുന്ന ഈ ലോകത്തിൽ അമേരിക്കയിലാണല്ലോ കർത്താവേ ഇത് ആദ്യമായിട്ട് അങ്ങേക്ക് നന്ദി പറയാനുള്ള അവസരം ആയിട്ട് അവര് പൂർവീകരായി അവര് തെരഞ്ഞെടുത്തത്. കർത്താവേ, ഈ ദിവസം നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ഓരോ നിമിഷവും കർത്താവേ അങ്ങയുടെ ഉള്ളം കയ്യിൽ എന്നെ കാത്തു പരിപാലിച്ച ആ ദിവസ്നേഹത്തോർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ഈശോയെ അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ഞാൻ വളർന്ന സാഹചര്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അങ്ങയുടെ അവരുടെ ആ സ്നേഹത്തിൽ ഈശോയെ അങ്ങേ അനുഭവിക്കാനും ആദ്യമായി അനുഭവിക്കാനുള്ള ആ കൃപയോർത്ത് നന്ദി പറയുന്നു. ഈശോയെ അവരുടെ വിശ്വാസത്തെ കർത്താവെ അങ്ങയുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കാനായിട്ടുള്ള ആ വലിയ കൃപ നൽകി അനുഗ്രഹിച്ചതിനോട് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി പറയുന്ന കർത്താവെ, ഈശോയെ ആ മാതാപിതാക്കളിലൂടെ കർത്താവെ അങ്ങ് എനിക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അവർ അനാദികാലം മുതലേ കർത്താവെ ആ മാതാപിതാക്കളുടെ മകനായി ജനിക്കുവാനായിട്ട് അങ്ങ് എന്നെ തെരഞ്ഞെടുത്തതിനോട് നന്ദി പറയുന്നു. ഈശോയെ അങ്ങ് നൽകിയ ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അവരിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അതുപോലെ അവരിലൂടെ നൽകിയ എല്ലാ വേദനകളെയും ഓർത്ത് ഈശോയെ അങ്ങ് നന്ദി പറയുന്നു. ഈശോയെ അങ്ങ് എനിക്ക് വേണ്ടി കർത്താവെ അനാദികാലം മുതലേ കർത്താവെ എന്റെ ജീവിത പങ്കാളി ആയി ആ മകളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ കർത്താവെ അങ്ങയുടെ ഉള്ളം കയ്യിൽ ഓരോ നിമിഷവും കാത്തു പരിപാലിക്കുന്ന ആ ദിവസ്നേഹത്തോർത്ത് നന്ദി പറയുന്നു. ഈശോയെ മക്കൾക്ക് പഠിക്കാനുള്ള അനുഗ്രഹം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ കർത്താവെ ഈ രാജ്യത്തിലേക്ക് കർത്താവെ അങ്ങ് കർത്താവെ ഒരു യോഗ്യതയും ഇല്ലാത്ത കർത്താവെ അടിയനെ കർത്താവെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന കർത്താവെ ആ വലിയ സ്നേഹത്തോർത്താണ് നന്ദി പറയുന്നത്. ഈശോയെ എത്രയോ മക്കളാണ് കർത്താവെ ഈ രാജ്യത്തിലേക്ക് വരുവാനായിട്ട് കർത്താവെ
കാത്തിരുന്ന ഓരോ നിമിഷവും കർത്താവെ അതിൽ നിന്നെല്ലാം വേർതിരിച്ച് കർത്താവെ ഈ അമേരിക്കയിലേക്ക് കർത്താവെ ഞങ്ങളെ കൊണ്ടുവന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആമേൻ. കർത്താവെ ഇവിടെ വന്ന് കർത്താവെ എന്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി നൽകി കർത്താവെ അതിലൂടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് അന്ന് അറിയുന്ന കർത്താവെ ഇവിടെ വന്ന് കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഒരു മകനെയും കൂടി തന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്ന ഈശോയെ. മകനുണ്ടായ സാഹചര്യത്തെ കർത്താവെ എല്ലാം കാത്തു പരിപാലിച്ച അതിവ്യസ്നേഹത്തോർത്ത് നന്ദി പറയുന്ന ഈശോയെ. എന്റെ രോഗാവസ്ഥയും കർത്താവെ എല്ലാം കർത്താവെ അതിൽ നിന്നെല്ലാം കർത്താവെ അമ്മനെ കാത്തു പരിപാലിച്ച ഞങ്ങളെയും കാത്തു പരിപാലിച്ച അതിവ്യസ്നേഹത്തോർത്ത് നന്ദി പറയുന്ന ഈശോയെ. ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ. കർത്താവെ ഇന്ന് കർത്താവെ ഈ കൂട്ടായ്മയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതിനോർത്ത് നന്ദി പറയുന്ന ഈശോയെ. കർത്താവെ ഈ കൂട്ടായ്മയിൽ കർത്താവെ ഞങ്ങളുടെ ഓരോ ദിവസവും കർത്താവെ അങ്ങനെയുള്ള സ്നേഹം ആ വിശ്വാസവും ജോസിന സിസ്റ്ററിലൂടെ കർത്താവെ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ബോധ്യവും കർത്താവെ അങ്ങേക്ക് കൂടുതൽ ഞങ്ങളെ അടുപ്പിക്കുന്ന ആ സ്നേഹത്തോർത്ത് നന്ദി പറയുന്ന ഈശോയെ. ഈശോയെ അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ട് മാത്രമാണല്ലോ കർത്താവെ അങ്ങയുടെ ഈ കൂട്ടായ്മയിലായിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന കർത്താവെ. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളുടെയും കർത്താവെ ആ വലിയ സ്നേഹത്തോർത്ത് നന്ദി പറയുന്ന ഈശോയെ. ഈശോയെ അവരിലൂടെ ആ പ്രാർത്ഥനകളിലും അവരുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെയും എല്ലാം ഓരോ നിമിഷവും ഓർത്ത് അവരുടെ പ്രാർത്ഥനയിലെല്ലാം ഓർക്കുന്ന ആ ദിവ്യ സ്നേഹത്തോർത്ത് നന്ദി പറയുന്ന ഈശോയെ. ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ കൂടുതൽ സ്നേഹത്തിലും കർത്താവെ അങ്ങയോടുള്ള തീഷ്ണതയിലും അങ്ങയെ മഹത്വപ്പെടുത്തി ഇനിയുള്ള ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി കർത്താവെ മാത്രമായി ആ മഹത്വം ബാക്കിയുള്ള മക്കളിലേക്കും പങ്കുവെക്കുവാനായിട്ടുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ. അങ്ങയും ഓരോ നിമിഷവും മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള ആ വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ഇല്ലാത്തതുമായ ഞങ്ങളുടെ ഓരോ നിമിഷവും കർത്താവെ ഈ ഓരോ ഞങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ആ ഉള്ളം കൈ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദിവസ്നേഹത്തോർത്താണ് ശ്രദ്ധിക്കുന്ന ആരാധിക്കുന്ന കർത്താവെ എത്രയോ അപകടങ്ങളിൽ നിന്നെല്ലാം കർത്താവെ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചതിന് കർത്താവെ 33 വർഷം മുമ്പ് കർത്താവെ അടിയനെ അങ്ങയുടെ ഉള്ളം കൈയിൽ കാത്തു പരിപാലിച്ച ആ ദിവസ്നേഹത്തോർത്ത് അറിയുന്ന കർത്താവെ പൂർണ്ണമായി കർത്താവെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചതിനോർത്ത് നന്ദി പറയുന്ന ഈശോയെ. അതിലെ ഒരു ചെറിയ വേദന പോലും കർത്താവെ ഈ നിമിഷം വരെ ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് ഞാൻ അന്നത്തെ ആ വേദനയെ കർത്താവെ ഓർക്കും കൂടിയില്ല. പക്ഷെ അത് ആ ജോസിന് സിസ്റ്റർക്ക് അത് വെളിപ്പെടുത്തി കർത്താവെ ആ വേദന വരെ എന്നിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവെ വലിയ അനുഗ്രഹം ചൊരിഞ്ഞ എന്റെ പൊന്നീശോയെ അങ്ങ് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദിരുന്ന കർത്താവ് ഈശോനാഥ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ മാതാവെ അമ്മയുടെ നീല കാപ്പിക്കുള്ളിലെല്ലാം പൊതിഞ്ഞു പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കുകയെ ഓർത്ത് നന്ദി പറയുന്ന അമ്മയെ മാതാവെ ഓരോ നിമിഷവും അവിടെ ഉള്ളം കൈ കാത്തു പരിപാലിക്കുന്ന ദിവസത്തിനർത്ഥം നന്ദി പറയുന്ന ഈശോയെ. യേശുവേ നന്ദി. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതം മുഴുവനും പലതും എൻ്റെ സാക്ഷ്യങ്ങളിലൂടെയും എൻ്റെ ടോക്കുകളിൽ കൂടെയും മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക അവസരത്തിൽ കർത്താവെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ആ നരക യാതന എന്താണെന്ന്, നരകത്തിലെ കുറേ പിശാചുക്കളാണ് യഥാർത്ഥമായിട്ട് ഈ മുറിയിൽ നിൽക്കുന്നത്. എനിക്കത് ഒത്തിരി അറപ്പുണ്ടാക്കുന്നു. ഈ ഭിത്തിയിലൊക്കെ അവിടെ നിന്ന് സ്വരം കേൾക്കുന്നുണ്ട്. ഞാൻ ഭിത്തിയിലോട്ട് സാധാരണ തല താഴ്ച വെച്ചിട്ടൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് മിണ്ടാറുണ്ട്. ഇപ്പം ഭിത്തി എല്ലാ ദിവസവും തുടയ്ക്കണമെന്നാണ്, ഡെറ്റോളിട്ട് തുടയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാരി ഇരിക്കാറില്ല. ഈ ഒരവസ്ഥയിൽ ഞാൻ എന്തിലേക്കാണ് കടന്നു പോകാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് കർത്താവെ എനിക്ക് ഒരമ്മയല്ലാതെ എനിക്ക് വേറെ പറയപ്പെട്ട ആരുമില്ല.
അപ്പോൾ ചിലവരൊക്കെ എൻ്റെ ദുഃഖവും ദുരിതവും കണ്ട് അട്ടഹസിച്ച് ചിരിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. ഒരാളൊരു കമൻറ്റ് പറഞ്ഞ്, അവളൊരു സായിപ്പിനെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഞാനൊരാളെ കല്യാണം കഴിച്ചു എന്നല്ല, നിങ്ങളൊരാളെ ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചു, ഞാനൊരു സായിപ്പിനെ കല്യാണം കഴിച്ചു. ഇതൊരു മിഷണറി ഒന്നുമല്ല. പണ്ട് പാൽക്കട്ടിയും കമ്പിളി പുതപ്പും സ്വെറ്ററും കൊണ്ട് കൊടുത്ത്, ഷോളും കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിച്ചതുപോലെ തോട്ടം തൊഴിലാളികൾ. പ്രൈസ് ദി ലോർഡ്. അപ്പം അത്രമാത്രം എൻ്റെ അധപതനം കാണാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ, ആരോടും ഒന്നും പറയാതെ, രാപകലില്ലാണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഓരോ കുർബാനയിലും സമർപ്പിക്കുന്ന, ഓരോ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയെ ഈ വർഷം അങ്ങ് എനിക്ക്, ഇവരുടെ സപ്പോർട്ടാണ് എന്നെ ഈ ഇത്രയും മാസം, ഈ 2 മാസം ഈ ചീവീട് വന്ന് കയറിയിട്ട് 27-ാം തീയതി ഇന്നാകുമ്പം കറക്റ്റ് 2 മാസമാകും. ഞാനൊരു ദിവസം രാവിലെ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം സെപ്റ്റംബർ 27-ാം തീയതി രാവിലെ ഞാൻ കണ്ണ് തുറന്നു. ഞാനിവിടെ ഉണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞു. അത് കതകിൽ ഇവിടെ നിന്ന് ഒരു സ്വരം കേൾക്കുന്നില്ല. എൻ്റെ കാൽച്ചോട്ടിൻ്റെ അവിടെയുള്ള ജനാലേൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്വരങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി എന്തോ കക്ഷികൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര അസഹനീയമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നരകത്തിൽ പോയാൽ ഞാൻ സർവൈവ് ചെയ്യുമെന്നായിരിക്കും വിചാരിക്കുന്നത്. തമാശ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ 100 ഇരട്ടിയായിരിക്കുമല്ലോ അവിടെ. അത്രമാത്രം സഹനം. പക്ഷേ കർത്താവേ, ഈ അവസ്ഥയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. സോഫിയൊക്കെ കണ്ണുനീരൊഴുക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ തിരഞ്ഞെടുത്ത് തന്നതിനെ ഓർത്ത്, ഈ ഗ്രൂപ്പിലെ ഓരോ മക്കളെ ഓർത്ത് ഈ വർഷം എനിക്കിതാണ് ഈശോയെ നന്ദി പറയാനുള്ളത്. എൻ്റെ വേദന അവരുടെ വേദനയായിട്ട് കണ്ടുകൊണ്ട്, എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ അവരും പ്രാർത്ഥിക്കാനായിട്ട് കർത്താവേ, ത്യാഗങ്ങൾ മുട്ട നീന്തിയവരുണ്ട്. സോഫി, അവർ ജിപ്സി, മുട്ടും എല്ലാം പൊട്ടി ഓരോരുത്തർ ഹാലോവിൻ്റെ ലാസ്റ്റ് 3 ഡേയ്സിൽ ഉപവാസം ഇരുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സഫർ ചെയ്ത ആൾക്കാരുണ്ട്. എനിക്ക് വേണ്ടി പൈസ കൊടുത്ത്, ആലയൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് കടലുണ്ടിയിലെ ആ ശനിയാഴ്ച പ്രോഗ്രാം ചെയ്തത്. കർത്താവേ, ഈ മക്കളെല്ലാം ഓർത്ത് സമർപ്പിച്ച്, എനിക്കില്ലാതെ പോയിട്ടുള്ള സഹോദരങ്ങൾ എന്ന കണക്ക് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, പോകുന്നിടത്തെല്ലാം എഴുതി കുത്തി കൊടുക്കുന്നുണ്ട്, പൈസ കുർബാനകൾ ചെല്ലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ ഓർത്ത് അങ്ങ് പറയാറുണ്ട്, ഈശോയ്ക്ക്, ദൈവത്തിന് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ ആകാൻ കഴിയില്ല, അതുകൊണ്ടാണ് അമ്മമാരെ തന്നതെന്ന്, അമ്മമാരെ ഉണ്ടാക്കിയതെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവെ, എനിക്ക് തന്നെത്താനെ ഈ ഒരു ഭാരം താങ്ങാൻ പറ്റില്ലെന്ന് അങ്ങേക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് ഇവരെയൊക്കെ സിബിലിങ്സ് പോലെ എന്നോട് കൂടെ ചേർന്ന് ദുഃഖിക്കാൻ, എന്നോട് കൂടെ ചേർന്ന് കരയാൻ, എന്നോട് കൂടെ ചേർന്ന് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് 24 മണിക്കൂർ ആരാധനയിൽ പോയി പ്രാർത്ഥിച്ച ലാലി ഭർത്താവ്, എൻ്റെ ഒരു നിയോഗം അവർ എനിക്ക് വേണ്ടി, ഒരു നിയോഗം അവർ പ്രൈസ് ദി ലോർഡ് എൻ്റെ മകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജിപ്സി അതുപോലെ 7 കുർബാന, എല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്ത്, വിളക്കന്നൂർ, വേളാങ്കണ്ണി മാതാവിൻ്റെ അവിടെ, ഹല്ലേലൂയ, അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സോഫിയാണെങ്കിൽ പല പ്രാവശ്യമാണ് വീട്ടിൽ നിന്ന് പോയത്, പല സ്ഥലങ്ങളിലും ദൂരെ പോയി പ്രാർത്ഥനയ്ക്ക്, കുർബാനയ്ക്ക് കൊടുക്കാനായിട്ടൊക്കെ. ദൈവമേ, സ്വന്തക്കാർ പോലും ഇങ്ങനെ ചെയ്ത് സഹായിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. പക്ഷെ ദൈവമേ, അങ്ങ് ഇവരെ തിരഞ്ഞെടുത്ത് ഈ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരവസ്ഥയിൽ, ഇത്ര ഒരു നാരക യാതന അനുഭവിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഗ്രൂപ്പിലെ ആൾക്കാരെ തിരഞ്ഞെടുത്ത നിൻ്റെ വലിയ കാരുണ്യത്തിന്, നിൻ്റെ വലിയ സ്നേഹത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെത്താനെ ഉരുകി ഇല്ലാതായി പോയത്. ഐ വുഡ് ഹാവ് ബ്രോക്കൺ ഇൻ ടു പീസസ് ലോർഡ്. തകർന്ന് തരിപ്പണമായി പോയേനെ ഈശോയെ. ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്നിലൂടെ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം പല കാര്യങ്ങൾ, ഇപ്പോൾ ജോൺസൺ സാക്ഷ്യപ്പെടുത്തിയ കണക്ക് പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ആ കാല് ഞാൻ കണ്ടു, പൊള്ളിയതാണോ എന്ന് ചോദിച്ചു. അല്ല, പൊള്ളലല്ല, പക്ഷെ ഞാൻ വെളുത്തായിട്ട് തൊലി ഇങ്ങനെ മാറിപ്പോയത്, അത് ഞാൻ ആക്സിഡൻറ്റ് പറ്റിയതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഒരു വാക്കുകൊണ്ടെങ്കിലും അവർക്ക് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും അവരുടെ കാര്യത്തിന് നീക്കുപോക്ക് ഉണ്ടാകാനായിട്ട് കർത്താവേ ഇടയാക്കണം. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ബോധേഡായിരുന്നത് എൻ്റെ ഇപ്പോൾ യൂട്യൂബ് ഇടാനായിട്ട്
സോണ് ചെറിയൊരു ജോലിക്ക് കയറുന്നുണ്ടായി. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് അവനും സമയമില്ല, നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ലാലി അത് ഏറ്റെടുത്തു, സിജി അത് ചെയ്യാമെന്ന് പറഞ്ഞു. ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് ധാരാളം പേര് സിസ്റ്ററെ ഇങ്ങനൊരു, എനിക്ക് ഒരാളെങ്കിലും ഒരു കമൻ്റ് ഇട്ടു, ഇങ്ങനെ ഒന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ആത്മാവിൽ നിറഞ്ഞ് സിസ്റ്റർ ടോക്ക് കൊടുക്കുന്നത് കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഐ ലവ് യു എന്നും പറഞ്ഞ് ഇടുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കാണുന്ന ആൾക്കാരെ യൂട്യൂബിൽ കൂടെ ഇന്നത്തെ ദിവസങ്ങളും കാണുന്ന ഓരോ പ്രോഗ്രാത്തിലും കർത്താവെ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. പലർക്കും ഈ പ്രോഗ്രാം കണ്ടിട്ട് മാത്രം ഹീലിംഗ് കിട്ടിയതാണ്, ആലയും ആലണ്ടൊക്കെ കൂടെ. ദൈവമേ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദീപ്തി, അവരെല്ലാം സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഗ്രൂപ്പിൽ ചേരാൻ പറ്റാതിരുന്ന ആൾ, സ്പെഷ്യലി സൂസി, അതുപോലെ തന്നെ ബ്രിൻസി, ആരാണ് സെലിൻ, ഇവർക്കൊക്കെ സുഖമില്ല. ആലയ്ക്ക് അസൗകര്യം ഉണ്ടായിരുന്നു. ദൈവമേ എനിക്ക് വേണ്ടി മധ്യസ്ഥ നിന്ന് നിരന്തരം അങ്ങേ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് നിൽക്കുന്ന ആ മക്കളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമെന്ന് ഞാനും അപേക്ഷിക്കും. കർത്താവായ ദൈവമേ, ഈ വർഷത്തെ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് ആരോടും ചോദിച്ചില്ല. ഒരു ദിവസം പള്ളിയിലിരുന്നപ്പോൾ അങ്ങാണ് എന്നോട് പറഞ്ഞത് മിഡ് നൈറ്റിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അതുവരെ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുകയായിരുന്നു, വാട്സപ്പിൽ. അങ്ങനെ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇപ്പോൾ ഒരൊറ്റ ഒരു കുത്തിയ എല്ലാവരും കയറും. അതും എനിക്കറിയില്ലായിരുന്നു. ഈശോയെ അങ്ങ് തന്നെ ചെയ്ത് മിഡ് നൈറ്റ് മിറക്കിൾ ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. കർത്താവ് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ഇതൊരു വലിയ പ്രാർത്ഥിക്കാൻ തേടി നടന്ന ഒരു സമയമുണ്ട്. ആൾക്കാരെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എനിക്ക് വളരാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, തന്നെത്താനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. ദൈവമേ അങ്ങനെയൊക്കെ അങ്ങ് ഈ ഒരു ഗ്രൂപ്പ് അതിനൊരു ഉത്തരമായിട്ട് ഫോം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് വളരാനായിട്ട് കർത്താവേ, ലാലി അന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചതാണ്. ഇതൊരു പവർ ഹൗസ് ആണ്. അതായത് ആത്മീയമായിട്ടുള്ള പവർ ഹൗസ്, അല്ലാണ്ട് കറണ്ട് കിട്ടുന്ന പവർ ഹൗസ് അല്ല. പരിശുദ്ധാത്മാവിൻ്റെ പവർ നിറഞ്ഞ ഒരു സ്ഥലമാണ്. പ്രിൻസി പറയുന്നു, സിസ്റ്ററിൻ്റെ വായിൽ നിന്ന് വീഴുന്ന മുത്തുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മിഡ് നൈറ്റ് ആകാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ചിലർ പറഞ്ഞു സ്വർണ്ണോ വെള്ളിയോ, അത് സെലിനാണ് പറഞ്ഞത്, സ്വർണ്ണോ വെള്ളിയോ നഷ്ടപ്പെട്ടു പോയ കണക്ക് എനിക്ക് കയറാൻ പറ്റാതിരുന്ന ദിവസം അങ്ങനെ തോന്നി. ധാരാളം പേർക്ക് ഈ അനുഭവമാണ്. ഈശോയെ നന്ദി പറയുന്നു. കർത്താവേ, ഇനിയും കുറച്ച് എണ്ണിക്കൊണ്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വർഷത്തിൻ്റെ അവസാനമാകാൻ. കരുണയിൽ പൊതിയണമേ. ചങ്കിൽ നിറങ്ങിയ രക്തം ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടി സംരക്ഷണം നൽകുമാറാകണമേ എന്ന് ഈശോയെ അങ്ങോട്ട് യാചിക്കുന്നു. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ ആത്മാവിൽ നിറച്ച് കർത്താവെ ഞങ്ങളെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം ഈ ഒരു ചെറിയൊരു ഗ്രൂപ്പിലാണെങ്കിലും ഒത്തിരി പേര് സുധീർണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. സ്വർഗനിവാസികൾ, മാതാവ്, വിശുദ്ധ മിഖായേൽ, നവവൃന്ദം, മാലാഖമാരെല്ലാം ഇതിനകത്ത് വരുന്നു. അതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ഈ ദിവസം നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ റീഡെഡിക്കേറ്റ് ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്വീകരിക്കണേ. ഞങ്ങൾ ഓരോരുത്തരും ഇതാ സ്വർഗത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു വലിയൊരു ഉപകരണമാക്കി ഞങ്ങളെ മാറ്റണമേ. ആത്മാക്കളെ നേടുന്ന ഒരു വ്യക്തിയാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ തരണമേ. പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അധ്യാപകനായി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പറഞ്ഞു സോഫി, എന്തായിരുന്നു അനുഭവം? ആദ്യമായിട്ട് ഈശോയ്ക്ക് ഞാൻ പാപികളായിരിക്കും ഈശോയുടെ രക്തം കൊടുത്ത് ഞങ്ങളെ രക്ഷിച്ചതിനെ കുറിച്ച് നന്ദി പറയുന്നു. കർത്താവേ, ദൈവം ഞങ്ങളെ തിരഞ്ഞെടുക്കലും ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് നന്ദി പറയുന്നു. അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെ കാത്തു പരിപാലിച്ചെന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഒരുബോധമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാമീസായോട് ഈശോ ഞങ്ങൾ തന്നതിനെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, എന്റെ ഫാമിലിയെ കുറിച്ച് സമർപ്പിച്ച് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ പേരൻസിനെ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. കർത്താവേ, സഹോദരന്മാരെ തന്നതിനെ നന്ദി പറയുന്നു. കർത്താവേ, എന്റെ ഹസ്ബൻഡിനെ വെച്ച് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ മക്കളെ തന്നതിന് താഴെമാരെ എന്റെ മക്കളെ തന്നതിനെ വെച്ച് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ വേദനിപ്പിച്ചവരെ കുറിച്ച് നന്ദി പറയുന്നു. കർത്താവ് തന്ന
എല്ലാ ചില കർഷകരെ കുറിച്ച് നന്ദി പറയുന്നില്ല കർത്താവ്. കർഷകർ തന്നതുകൊണ്ടാണ് കർത്താവെ നിന്നോട് ഒത്തിരി കൂടെ ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. വെള്ളത്തിന്റെ താഴ്വരയിലൂടെ നടന്നു പോയെങ്കിലും കർത്താവെ വളരെയധികം വിഷമിച്ചെങ്കിലും കർത്താവിൽ തന്നെ ഈ നിമിഷം വരെ നീ കാറ്റുവെട്ടി പരിപാലിച്ചതിനെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. പലരാൾ ഒറ്റപ്പെട്ടതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. അഭിമാന വ്യാധിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ മക്കളെ തന്നതിനെ കുറിച്ച് കുഞ്ഞുമകൻ ഒരു ഗ്രാൻഡ് സൺ എന്തെങ്കിലും തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഒരു നല്ല മരുമകളെ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. വിശ്വാസത്തിനകന്നിരിക്കാൻ പറ്റാത്ത 2 മക്കളെ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. കുറവുകളെ അറിയുണ്ടെങ്കിലും കർത്താവെ ഇതിലൊരു നിമിഷം പോലും അങ്ങനെ അകന്നിരിക്കാൻ വായിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഇതിനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. എവരം മുതൽ കൗമാരം വരെ ഇവരുടെ പ്രായങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവന്റെ പല നിമിഷങ്ങളെ സഹായിച്ചതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ ഈ നിമിഷം തന്നെ ആരോഗ്യത്തോടെ വന്നിരിക്കാൻ പറ്റുന്ന നന്ദി പറയുന്നു കർത്താവെ. തീരാത്ത ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുള്ളത് നന്ദി പറയുന്നു കർത്താവെ. കർത്താവ് കർഷകർ വന്നതുകൊണ്ടാണ് കർത്താവ് നിന്നിൽ കൂടെ എത്തിപ്പേർന്നിരിക്കാൻ ഞാൻ തന്നതിന് കർത്താവ് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പറയുന്നു കർത്താവ്. ഈ സിസ്റ്ററിന്റെ കൂടി ഇതുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിഡ്നൈറ്റ് പ്രയർ ഉണ്ടാവാൻ ഇടവരുത്തിയത് കർത്താവെ. സിസ്റ്റർ ഓരോ ദിവസം തരുന്ന ഓരോരോ മുത്തുമണികളെ കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനർത്ഥമാക്കാൻ സാധിച്ചതിനെ നന്ദി പറയുന്നു കർത്താവെ. മിഡ്നൈറ്റ് പ്രയർ ഞങ്ങൾ സ്വന്തം സഹോദരന്മാരെ ഞങ്ങൾ 8 കുടുംബമായി ഇരിക്കുന്നതിനെ കുറിച്ച് തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. തീരാത്ത നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവെ. എല്ലാത്തിനും നന്ദി പറയുന്നു കർത്താവെ. ഈ ജീവിതം മുഴുവൻ തീരാത്ത നന്മകളെ കുറിച്ച് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് ഈശോയെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. അമ്മയുടെ കൂടെ ഈശോയിലേക്ക് എത്തിപ്പെടാൻ എടുത്തത് നന്ദി പറയുന്നു കർത്താവെ. ചെറുതും വലുതുമായ പറയാൻ പറ്റാതെ ഓർമ്മിക്കാനുള്ളതും മറന്നുപോയതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ നിമിഷം വരെ നീ എന്നെ പരിപാലിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ അറിയാതെയും പറയാതെയും ദൈവത്തെ വിട്ടുപോയതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. കഷ്ടങ്ങൾ തന്നതിനെ കുറിച്ച് സഹനങ്ങൾ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഈ നിമിഷം വരെ കർത്താവെ വളരെയധികം വിഷമത്തിൽ കടന്നു പോകണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തെ തള്ളി പറയേണ്ടാക്കിയതിനെ കുറിച്ച് ഇടയാവാതിരുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. എന്ന് പറയുന്ന കർത്താവ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ വചനങ്ങൾ തരാൻ സിസ്റ്ററിനെ ഞങ്ങൾ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. മുന്നേറ്റ് പറയുന്നുണ്ടാക്കിയതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകം സമർപ്പിച്ച ദർശനങ്ങൾ തരുന്ന ഓരോരുത്തരും തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ഒത്തിരിയേറെ ശുദ്ധീകരണ ആത്മാക്കൾ ഇതുമൂലം കടന്നു മുകളിലോട്ട് പോകുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഇനി ഇതിലും ചിത്രിപ്പോകാതിരിക്കാൻ നീ ഇടവരുത്തേണ്ട കർത്താവ്. പല ബന്ധനങ്ങളും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട് കർത്താവ്. പഴയ അസുഖങ്ങളായിട്ട് ഇരിക്കുന്ന കർത്താവ്. ഇതെല്ലാം അങ്ങനെ നിത്യശാചന പ്രവർത്തനമെന്ന് പറയുന്നത് അതിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ഈ ഗ്രൂപ്പിലേക്ക് പിന്നെയും കൊണ്ടുവരുവേ കർത്താവ്. പലരും അസുഖമായിട്ട് പറഞ്ഞ് വീടുകളിൽ ജീവിക്കുന്നുണ്ട് കർത്താവെ. അതൊക്കെ സാത്താന്റെ ശക്തികൾ മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് അവർ വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന കർത്താവ് നന്ദി പറയുന്ന കർത്താവെ. നന്ദി കർത്താവെ. നന്ദി പറഞ്ഞാൽ തീരാത്തത്ര നന്ദി കർത്താവെ. നിങ്ങൾ തിരുന്ന കർത്താവ് നന്ദി പറയുന്നു കർത്താവെ. നന്ദി കർത്താവെ. എന്റെ ഹസ്ബൻഡിനെ രോഗാവസ്ഥയിലായിരുന്നു പല സമയങ്ങളിലും കർത്താവെ. എത്രയോ പ്രാവശ്യം ഐസിയിൽ എന്നാലും എനിക്ക് കൂട്ടായിട്ട് വീട്ടിലിരിക്കാൻ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. കുറവുകളുണ്ടായാലും അവരെ സ്നേഹിക്കാനുള്ള തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവെ. മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. എന്റെ ഹസ്ബൻഡ് വീട്ടുകാരെ സ്നേഹിക്കാൻ തന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവ്. അല്ലെങ്കിൽ ക്ഷമിക്കാനായിട്ട് നന്ദി പറയുന്നു. കൂടുതൽ സ്നേഹിക്കുവാനാണ് നന്ദി പറയുന്നു കർത്താവ്. എല്ലാത്തിനും നന്ദി കർത്താവെ. നന്ദി. ആമേൻ ആമേൻ ആമേൻ. സുജ ആമേൻ. ഈശോയെ ഈ ഒരു പ്രഭാതം തന്നെ ഞങ്ങൾ ഈ സന്ധ്യയും ഒരുമിച്ച് കൂട്ടിയതിന് ഈശോയെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. എന്റെ ഈശോയെ എനിക്ക് എന്റെ മാതാപിതാക്കളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ എന്റെ കൂടെ കുറിപ്പുകളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ എന്റെ മക്കളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരാൻ സിസ്റ്ററിനോട് എനിക്കിടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ എന്റെ ഈശോ ഓരോ നിമിഷവും അങ്ങേ ഞങ്ങളെ കാത്തിരുപാലിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ അറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഈശോയെ എന്നും ഓരോ ദിവസം ഈശോയെ അങ്ങയെ കണ്ടുകൊണ്ട് എന്ത് ഈശോ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ കൃതജ്ഞതയോടെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ എന്റെ ഈശോയെ
മണിക്കൂറോളം ചിലപ്പം എന്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ തന്നതിനെ ഓർത്ത് നന്ദി Praise the പറയുന്നു. Lord. Praise the Lord. എന്റെ ഈശോയെ, ഈ ഗ്രൂപ്പിൽ വരാന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് സിസ്റ്ററിനോട് പറയുന്ന ആ സമയത്ത് എനിക്ക് ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരാൻ കൃപ തന്നതിനെ വലിയ അനന്ത സ്നേഹത്തിനോർത്ത് ഈശോയെ ഞാൻ എന്റെ നന്ദി പറയുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ഓരോ നിമിഷവും ഞങ്ങളുടെ ജോലി മേഖലകളെല്ലാം അനുഗ്രഹിച്ചു അവരുടെ കൂടെ ഓരോ ജോലികൾ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കൃപ തന്നതിനോർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ കൃപകളെയും അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ ഗ്രൂപ്പിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ, എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, മെഡിക്കൽ ക്ലിനിക് ഗ്രൂപ്പിനെയും ഈ മിഡ്നൈറ്റ് ഗ്രൂപ്പിനെയും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്ന ഓരോ ദർശനങ്ങളോടെ എനിക്ക് കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. Praise the Lord. സിസ്റ്റർ ഈശോയെ, ഇതാ ദർശനങ്ങൾ കാണുവാനും പരിശുദ്ധാത്മാവിലാൽ നിറയുന്നു എന്ന് പറഞ്ഞപ്പോഴും എന്റെ ഈശോ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈശോയെ, അതിലെല്ലാം എന്റെ ഈശോ എനിക്ക് ഓരോന്ന് വെളിപ്പെടുത്തി തരുന്നതിനോർത്ത് Thank you, Jesus. Thank you, Lord. ഈശോയെ, എന്റെ മക്കൾക്ക് നല്ല ജോലി തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, എന്റെ മക്കൾക്ക് വിവാഹം കഴിക്കാനായിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്ന മക്കളെ ഈശോയെ രണ്ട് നല്ല മരുമക്കളെ തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, Amen. തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയെ കൂടാനോട് നന്ദി പറയുന്നു. എന്റെ ഈശോയെ, Amen. Amen. എന്റെ ഈശോയെ കിട്ടുന്ന ഓരോ സമയത്തും എന്റെ ഈശോയെ ഓർക്കുവാനും ഈശോയെ കുറിച്ച് പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് വെള്ളം നടക്കാൻ കൃപ തന്നതിനോർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ, Jesus. ഇന്ന് രാവിലെ ഈശോയെ അതിരാവിലെ എഴുന്നേറ്റ് 5 മണി 5:30 ആകുമ്പോഴത്തേന് ഈശോയെ നിന്റെ മുമ്പില് നിന്നോടൊപ്പം ആയിരിക്കാൻ ഏറ്റവും കൃപ തന്നതിനോർത്ത് നന്ദി പറയുന്നു. എന്റെ ഈശോയെ, അടിക്കുവാനുള്ള വലിയ കൃപ എനിക്കെന്നും ഞാൻ എന്റെ മരണം വരെ എനിക്ക് തരണമേ എന്നുള്ള ഈശോയെ കണ്ട് എന്റെ ഈശോയുടെ തിരുമുഖം ദർശിച്ച് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ. അതുപോലെ ഈശോയെ, ഒരു തെറ്റിൽ ചെന്ന് വിടാതെ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയോട് ജീവിക്കുവാനും മരിക്കുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. Praise the Lord. ഇത് ഒരു ഞാൻ ഈശോയ്ക്ക് കൂടുതലും നന്ദി പറയാനുള്ളതും ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പം 1, 2, 3 ദിവസങ്ങളായിട്ട് ആദ്യം തന്നെ ആലയനെ തിരഞ്ഞെടുത്തു. അത്ഭുതമായിരുന്നു. ചേർന്നതിന്റെ പിറ്റേ ദിവസം ആലയ ദർശനം കാണുകയാണ്, പ്രവചനം പറയാണ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അതേ ബ്രിൻസി വരുന്നു, അതിനപ്പം തന്നെ കിട്ടുന്നു. അതപ്പോൾ സിജി വന്നു, സിജിക്ക് അതുപോലെ തന്നെ ദർശനം കാണുന്നു. അത് കഴിഞ്ഞപ്പം സുജ ദർശനം കാണുന്നു. മേരിച്ചാക്കോ പിന്നെ നേരത്തെ തന്നെ അത് ഉള്ളതാണ്, പക്ഷെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ചേർന്നത്. പക്ഷെ ദൈവം ഇതിലാണ് ഈ ചെറിയൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറച്ചതിനോർത്ത് ഞാനും നന്ദി പറയുന്നു. എനിക്ക് ഇന്നത്തെ പ്രാർത്ഥന വളരെയധികം ഒരു എന്താ അതിന് പറയുന്നത്, മീനിങ് ഫുൾ ആയിട്ടുള്ളതായിട്ട് തോന്നി. സോഫി എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? എന്താ അനുഭവമായിരുന്നു? ഞങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെയാ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? എനിക്കിപ്പോ ഇപ്പോഴത്തെ ജീവിതശേഷം എനിക്കൊരു ഗ്രൂപ്പ് ഇങ്ങനെ കിട്ടിയതിനെ കുറിച്ചിട്ട് ഞാൻ ദൈവത്തിന് ആരായിരുന്നു തീർച്ചയായിട്ടും ചോദിക്കാൻ കിട്ടിയതിന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ചതിനെ കുറിച്ചിട്ടും വളരെയധികം ദൈവത്തോട്ട് കോടാനുകൂടി നന്ദി പറഞ്ഞു. ഈ ഗ്രൂപ്പിൽ കൂടെ എന്തെല്ലാം ദർശനങ്ങൾ കാണുന്നു, ശുദ്ധീകരണാത്മാക്കൾ പോകുന്നു, നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം നമ്മുടെ തന്നെ ആവശ്യങ്ങളായിട്ട് നമ്മൾ കരുതി നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നതിനെ നന്ദി പറയുന്നു. അതാണ് എനിക്ക് ഏറ്റവും അധികം എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മിഡ്നൈറ്റ് പ്രയറാണ് എന്നെ ജീവിതം ഇപ്പൊ കൊണ്ടുപോകുന്നത് തന്നെ. എന്നാ ഈ താങ്ക്സ് ഗിവിങ്ങിന് ജിറ്റ്സി എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ലൊരു നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസും പ്രയറും എനിക്ക് നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ജിറ്റ്സി പറഞ്ഞോളൂ. നല്ലൊരു അനുഭവമായിരുന്നു. എന്നെ നന്ദി പറയാനും ദിവസങ്ങൾ തന്നതിനെ ഈശോയ്ക്ക് നന്ദി പറയാം. അപ്പൊ നമ്മളാണ് താങ്ക്സ് ഗിവിങ് ആഘോഷിച്ചതല്ലേ? എങ്ങാണ്ടൊക്കെ കിടക്കുന്ന ഏതോതൊക്കെയോ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന ആൾക്കാർ. ഭയങ്കര സന്തോഷം തോന്നാം ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കഴിയുമ്പോ. നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും സന്തോഷം കൊണ്ട്, ആത്മീയ സന്തോഷം കൊണ്ട് നിറയുകയാണ്. മേരിച്ചാക്കോ എന്തായാലും പറയാനുണ്ടോ?
താങ്ക്സ് ഗിവിങ്ങിന്റെ ഒരു സെലിബ്രേഷൻ ആണ്. എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒത്തിരി നന്ദി തോന്നുകയാണ് ശരിക്കും നിങ്ങളെ എല്ലാം ഓർത്തിട്ട്. പറഞ്ഞു. Thank you, Lord God, for the parents that you gave me, Lord God. Lord God, we were in full faith, Lord God, and you brought us all to in you, Lord God. We were all, Lord God, we worshipped you, Lord God. Thank you, Lord God, for the siblings, for the husband, for the children, normal children, everything, Lord God. Lord God, even for the education that you blessed us with, Lord God. After my husband's death, Lord God, it was you who sent Josephine, Lord God, into my life, Lord God. Lord God, I was going into deep depression and I was asking him, my Jesus, Lord God, why you did this to me, Lord God, but it was only you who sent Josephine at that time, Lord God, and she was the one who was able to teach me the divine mercy. And it was only because of the divine mercy, Lord God, I stand firm, Lord God. Amen. Now, Lord God. Yes, Lord God. It was through the divine mercy that I started seeing visions, Lord Yeah, God. praise And the Lord. even Lord God, the tongues, Lord God, you give me, Lord God. Thank you, Lord God, for all that, Lord God. Lord God, Lord God, Lord God, I thank you, Lord God, for the children and their studies, Lord God, and how you have settled them, Lord God, Lord God, with God-fearing partners for them too, Lord God, and Lord God, I thank you, Lord God, for the grandchildren that you have blessed given me. Yes, Lord God. Lord God, I thank you, Lord God, for the job that you blessed me with, Lord God, and how, Lord God, with the retirement, Lord God, and the flat, Lord God, because of the retirement money, I was blessed, Lord God. Lord God, thank you, Lord God, for my in-laws, Lord God, and everything, Lord God. Lord God, it is only because of you, Lord God. Thank you, Lord God, for this prayer group, Lord God. Lord God, each of us are of us pillars, Lord God, Yes. for each other, Lord God. Yes, Lord God. Let it grow more and more, Lord God. Yes, Lord God. Let many more come into this group, Lord God. Yes, Master. Lord God, we know, Lord God, our prayers are reaching there, Lord God. Yes, Lord God. And Lord, I pray, Lord God, let everyone, Lord God, know you, see you, grow in you, Lord God. Lord God, I pray all in Jesus' name. ആമേൻ ആമേൻ. ഗ്ലാഡിസ്, ഇന്നത്തെ ഒരു ഈ പ്രയർ എങ്ങനെ തോന്നി? എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടാണ് തോന്നിയത്. എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അത് എനിക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒറ്റൊരു ഇതില് നന്ദി എന്ന് പറഞ്ഞ് ഒഴിയുന്നതില് ഇങ്ങനെ ചോദിച്ചപ്പോ ഒരുപാട് മേഖലകളെ ശരിക്കും നമ്മളെ തന്നെ നമ്മളൊരു വിലയിരുത്താനായിട്ടുള്ളൊരു സമയം കിട്ടി. മാത്രമല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സമയം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് സമയമില്ലാത്തോണ്ട് ചെറിയ ചെറിയ വാക്കുകളിൽ ഒതുക്കി എല്ലാവരും വളരെ, എനിക്ക് തോന്നുന്നു എല്ലാവരും സന്തോഷായിരിക്കും ഈ ഗ്രൂപ്പിൽ. അതാണ് ഏറ്റവും ഗ്രൂപ്പിൽ സന്തോഷം എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ്, കർത്താവ് എന്ന് പറയുമ്പോൾ വചനാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. വലിയൊരു എന്താ പറയണ്ടേ, ഒരിക്കലും കിട്ടാത്തൊരു സന്തോഷം, ആത്മീയ സന്തോഷം എല്ലാവർക്കും ഉള്ളതാണ്. അത് പറഞ്ഞു കഴിയുമ്പോഴുള്ള ഒരു ആത്മീയ സന്തോഷം. മാത്രമല്ല എനിക്കെന്റെ ഈ വർഷത്തെ ഏറ്റവും ജീവിതത്തില് ഞാന് പലരും നമ്മൾ പരിചയപ്പെടും, പക്ഷെ ആ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ എല്ലാവരും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല എനിക്ക് പിന്നെ ജോസ്ഫിന സിസ്റ്റർജിയെ പരിചയപ്പെട്ടപ്പോ എനിക്ക് എന്തോ ഒരു എന്താ പറയണ്ടേ, അത്രയും എന്നെ ഞാൻ വിളിച്ച കോളിന് ഒരു മറുപടി കിട്ടി. എന്നെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്താന്നറിയില്ല, അത്രയും സന്തോഷമായിരുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുള്ള. അതെ, നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചപ്പോ ഞാൻ എന്റെ മുഖം സാധാരണ വീഡിയോ കോൾ ചെയ്യത്തില്ല. അതാ ഓർക്കപ്പുറത്ത് അങ്ങനെ ആയിരുന്നു അല്ലേ? വീഡിയോ കോളിൽ വന്നു. ഫസ്റ്റ് കോള് വീഡിയോ കോളായിരുന്നു. അതെ അതെ
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഓരോ കാര്യം പറയുമ്പോ ഞാൻ ആ കാര്യങ്ങൾ ചിലത് ഞാൻ എന്റെ ഡയറി കുറിച്ചിടും. ഓരോ ദിവസം പറഞ്ഞ എനിക്ക് എന്റെ മനസ്സിൽ ഇതായിട്ടുള്ള ശരിക്കും എത്ര വലിയ കാര്യങ്ങളാ പറയുന്നത്, എത്ര വലിയ അർത്ഥവത്തായ കാര്യങ്ങളാ പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു പിന്നെ ധ്യാനത്തിന് പോയാലും ഇത്രമാത്രം ഒരു വിസ്തരിച്ചിട്ടൊരു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടൂല. മാത്രല്ല ഇതിലുള്ള പ്രവചനം പറയുന്ന ബോധ്യം കിട്ടുന്ന, ആത്മാവിൽ ബോധ്യം കിട്ടുന്ന എത്രയോ ആൾക്കാര് അവരൊക്കെ ഭയങ്കര, എനിക്ക് ആ ഒരു ഭാഗമാകാൻ, ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇത് ഒരിക്കലും നിന്നു പോകാതെ പിന്നെയും പരിശുദ്ധാത്മാവിനാൽ വളരുന്നതും എന്റെ കർത്താവിനാൽ ഇത് ശക്തിപ്പെടുത്തുന്നതാണ്. എന്താന്ന് വെച്ചാൽ ഇത് സ്വർഗത്തിൽ നിന്ന് തന്ന നിമിഷമാണ് നമുക്ക്. നിന്ന് പോവില്ല എന്നുള്ള എല്ലാവർക്കും ആ ബോധ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിമിഷമാണ് ഇത്. താങ്ക് യു ഗ്ലാഡിസ്. ജോൺസൺ പറഞ്ഞു, നന്ദി പറഞ്ഞു. ജോൺസണും വളരെയധികം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ അകത്തുനിന്ന്, എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അത് നമുക്ക് ഓരോരുത്തരുടെയും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ജോൺസൺ പറഞ്ഞു. സിസ്റ്റർ, ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഈ നന്ദി പറയുന്നത്. എല്ലാം മേടിച്ച് പിന്നാമ്പുറം തിരിഞ്ഞ് പൊടിയും തട്ടിക്കൊണ്ട് പോകുന്ന സ്വഭാവമായിരുന്നു നമുക്ക് എല്ലാവർക്കും. ഒരാടെ കാര്യം ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ എല്ലാ ഡാൻസിങ്ങിനും പള്ളിയിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇവിടെ നന്ദി പറയുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും പള്ളിയിൽ ഉണ്ടാവാറില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ പോയി, ഇന്നും പള്ളിയിൽ പോയി. പക്ഷെ ദിവസം സാധാരണ ദിവസങ്ങളിലുള്ള ആള് മാത്രമേ ഉള്ളൂ, അധികം അങ്ങനെ ഇതായിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കണം, പൂർവീകര് ഇത് ഈശോയ്ക്ക് നന്ദി പറയാനായിട്ടുള്ള ദിവസമായിട്ട് തെരഞ്ഞെടുത്തതാ. പക്ഷെ ഇവിടെ അടിച്ചു പൊളിച്ച ഒരു ദിവസമായിട്ട് മാറിയത് ഇന്നത്തെ കാലത്തെ. അത് അപ്പൊ ഞാനത് ഓർത്ത് ഇങ്ങനെ ഈശോയുടെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇങ്ങനെ സങ്കടം പറഞ്ഞു. അന്നേരം ഇവിടെ അതിന്റെ കേട് തീർത്തു അല്ലേ? ഇതൊരു ഭയങ്കര ഒരു അനുഭവം, ഇന്നത്തെ ഒരു ഭയങ്കര അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ദൈവം അറിഞ്ഞു നൽകിയതാ, ഈശോ പേര് ചൊല്ലി വിളിച്ചതാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് അത്. അത് ഇത് എന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത തന്നെ ഭയങ്കര ഒരു ഇത് എനിക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷെ പറ്റണില്ല സിസ്റ്റർ. അത് കുഴപ്പമില്ല, നിങ്ങൾ ജോലി ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? ഇതിനകത്ത് കയറി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ, നമ്മുടെ ജോലികൾ നടക്കണ്ടേ? അത് കുഴപ്പമില്ല. കയറാൻ പറ്റുമ്പോ നിങ്ങൾ കയറുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആര് കയറിയില്ലല്ലോ, എല്ലാരെയും പ്രാർത്ഥിക്കും. മോനും അവനും നല്ലതായിട്ട് ഓരോരുത്തർക്കും ഓരോ ആ ദർശനം കാണാൻ ഇതിനൊക്കെ ഉള്ള ഒരു കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനകത്ത് അതൊരു ചെറിയൊരു ഗ്രൂപ്പ് എന്നിട്ടാണ് ഇത്രയും വലിയ അനുഗ്രഹം. എപ്പോഴും ഒരു 9, 10, 12 പേര്, കൂടി 12 പേരൊക്കെ ഉണ്ടാവാറുള്ളൂ അതില്. എന്നാലും എല്ലാ ദിവസവും ഒരു 9 പേര് 8 പേരുണ്ടാവുന്ന. അതെ, ആവറേജ് അങ്ങനെയൊക്കെയാണ്. ഹാലേലുയ, ഹാലേലുയ. അതെ, ഹാലേലുയ. അതെ, ഹാലേലുയ. മേഴ്സി സഹോദരി, താങ്ക് യു ജോൺസൺ. മേഴ്സി ജോലിയിലാണ്, അതാണ് പറയാത്ത. അതോ ഉറക്കം തൂങ്ങിയ പോട്ടെ. സുജ എന്ത് പറയുന്നു? എന്ത് അനുഭവമായിരുന്നു സുജയ? ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഈ ഗ്രൂപ്പിൽ ചേർന്ന പിന്നെ 5:30 എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് കുരിശിന്റെ വഴിയും ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് സ്വർഗം തന്നൊരു ഗ്രൂപ്പാണ് ഇത്. പക്ഷെ അതിന്റെ അകത്ത് മാലാഖയായിട്ട് നിർത്തിയേക്കുന്നത് സുസ്നയാണ്. കാരണം സുസ്നയിലൂടെയാണല്ലോ നമുക്ക് കൂടുതൽ ഈശോയെ കുറിച്ച് കൂടുതൽ. അപ്പൊ അത് ആ മാലാഖയ്ക്ക് ഒരു അഡ്ജക്റ്റീവും കൂടെ കൊടുത്തേക്കാം അല്ലേ? കറുത്ത മാലാഖ. അറിയത്തില്ല, ഇവിടെ കറുത്ത മാലാഖയാണ്. കറുത്ത അല്ല മാതാവുണ്ട് കേട്ടോ, മാലാഖയല്ല കറുത്ത. അതെ, ശരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഇനി ആരാണ്? ജിറ്റ്സി ബൈബിൾ എടുത്തോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള സമയമായി. 9 o'clock ആയിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹാലേലൂയ. എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വിചാരിക്കുന്നത് അവിടെ അമേരിക്കയിൽ ഇപ്പം നാഷണൽ ഹോളിഡേ ജോൺസൺ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും അടിച്ച് പൊളിച്ച് കയ്യിൽ കുപ്പിയും ബിയറുമായിട്ട് അതിലെ കൂടെ എല്ലാം നടക്കുന്നുണ്ടാവും. അപ്പം നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിന് നന്ദി
വേണ്ടുന്ന വണ്ണം എല്ലാം പറയാൻ നമുക്കുള്ള സമയമില്ലല്ലോ. അതിനൊരു ദിവസം എടുക്കും മുഴുവൻ. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പലരും പറഞ്ഞപ്പോഴും ഞാൻ ആ ഭാഗം ഓർത്ത് എനിക്ക് തന്ന എനിക്ക് കിട്ടാതെ പോയ മാതാപിതാക്കൾ, അപ്പോൾ അത് അങ്ങനെ വിദ്യാഭ്യാസം എല്ലാത്തിനും എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും അത് ചേർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഐ റിയലി ലൈക്ഡ് ഇറ്റ്, റിയലി അപ്രീഷിയേറ്റഡ് ദ പാർട്ടിസിപ്പേഷൻ. നിങ്ങളെല്ലാം ചെയ്ത പാർട്ടിസിപ്പേഷൻ ഇത് ഞാൻ എന്നും നിങ്ങളോട് പറയും, ഇത് ജോസ്ഫിന നടത്തുന്ന ഒരു ഗ്രൂപ്പല്ല, നമ്മളെല്ലാവരും കൂടെയാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. ലാലിയാണ് പോയതല്ലേ, അപ്പോൾ അതിനേതാണ്ട് ജോലിയോ മറ്റാണെന്ന് തോന്നുന്നു. ലിയ അവിടെ ഇപ്പോൾ രാവിലെ ആണല്ലോ, രാവിലെ 9 മണിയായിട്ടുണ്ട്. 8:30 ആയപ്പോൾ പുള്ളി ജോലിക്കാരത്തേക്ക് പോകുന്നുണ്ടായിരുന്നായിരിക്കും. അല്ലയ അപ്പോൾ ജിപ്സി, അപ്പം നമുക്ക് ഇത് വെച്ചേക്കാം. അധികം പേര് ആരാ, സിജി ഇല്ലല്ലോ അല്ലേ? അപ്പം മേരിച്ചാക്കോ മാത്രമേ ദർശനം കാണാനുള്ളൂ. എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. ദർശനം ദൈവം തരുമല്ലോ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ലാലി മാത്തച്ഛൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഈശോ കാണിച്ചു തന്നല്ലോ, തുമ്മൽ അലർജി. എനിക്കെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. ബാക്കിയുള്ളത് സുജ പറഞ്ഞോണം, പിന്നെ മേരിച്ചാക്കോയും കൂടെ പറഞ്ഞോണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദർശനം കണ്ട ആൾക്കാർ ആരൊക്കെയാണ്? സുജ പറഞ്ഞു. സുജ മൈക്ക് ഫോൺ അടുത്ത് പിടിച്ചിട്ട് പറയും, ദൂരെ നിന്ന് കേൾക്കുന്ന കണക്കാണ്, ക്ലിയർ അല്ല. പറഞ്ഞു. ഗ്ലാഡിസിന്റെ നന്ദിയുടെ സമയത്ത് ദിവികാരനെ ഈശോ ഇങ്ങനെ നല്ല പ്രകാശമായിട്ട് ഇങ്ങനെ ഒരു ജ്വാല പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇപ്പൊ അരളിക്കായ്ക്കകത്ത് ഇങ്ങനെ ബ്ലഡ് ഒരു ഇങ്ങനെയൊക്കെ ഞാൻ ഒരെണ്ണം ഇല്ല കണ്ടു. ഇപ്പൊ ചെറുത് ഒരെണ്ണം കൂടെ കണ്ടിട്ട് അതിന്റെ ഇങ്ങനെ ഒരു തുള്ളി രക്തം ഇങ്ങനെ പോകുന്നതായിട്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മാതാവിന്റെ തലയിൽ നിന്ന് പോകുന്നതായിട്ട്. മാതാവിന്റെ തലേന്ന് കണ്ണിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടോ? ശരി. റോസാമിസ്റ്റിക് ആയിരുന്നോ? റോസാമിസ്റ്റിക്. അതായത് ഇന്നലെ ഞാൻ രാത്രി കിടന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചാടിയിട്ടിട്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മാതാവിനെ കെട്ടിപ്പിടിച്ച കിടക്കുന്നത്. ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് അങ്ങനെ ഇരിക്കും കാണാറ്. പക്ഷെ ഇത് ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ മാതാവിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ രക്തക്കണ്ണീർ, റോസാമിസ്റ്റിക് മാതാവിന്റെ. പിന്നെ ഞാൻ ഈ രക്തക്കണ്ണീരിന്റെ ചെവമാല ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു അല്ലേ? ആമേൻ, ആമേൻ, ആമേൻ. അപ്പം നമുക്ക് റോസാമിസ്റ്റിക് മാതാവിന് നന്ദി പറയാം. പിന്നെ ആർക്കാ നന്ദി പറയണ്ട? പരിശുദ്ധാത്മാവിനും ദർശനങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവിനും നന്ദി പറയാം. പിന്നെ ആരെയാ കണ്ടേ? ദിവ്യകാരുണ്യ ഈശോയെ, കർത്താവിന്റെ തിരുരക്തത്തിനോട് നമുക്ക് നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പിന്നെ ആരും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നല്ല കാര്യം. മേരിച്ചൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം കണ്ടെന്നുള്ളത് എന്താണെന്ന് അറിയാമോ? ഈ ഞങ്ങളുടെ ഈ പ്രേയേഴ്സ് എല്ലാം കൂടി ഒരു സർക്കിൾ ആയിട്ട് വിത്ത് നല്ല ലൈറ്റ് ആയിട്ട് മേലോട്ട് പോകുന്നതായിട്ടുള്ള അത് നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ കണ്ടെന്ന് ജീസസ് ക്ലൗഡ്. പക്ഷെ പുള്ളി ഞങ്ങളുടെ ജീസസിന്റെ നെക്ക് വരെ ഉള്ളു. അത് ഇങ്ങനെ നെക്ക് വരെ ഉള്ളു. ക്ലൗഡില് കണ്ടു. ഓക്കെ, മനസ്സിലായി. അത്രേ ഉള്ളു. പിന്നെ കണ്ടെന്നുള്ളത് ഈ കർത്താവിന്റെ ഫുൾ ബോഡിയിലുള്ള ചെറിയൊരു വൂണ്ട് ഇങ്ങനെ കട്ടായിട്ടല്ലേ കാണിക്കുന്നത്. വൂണ്ട് മാത്രം ഒരു 3-4 ഇങ്ങനത്തെ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വീണിട്ടുള്ളൊരു അതിപ്പോ എന്റെ മേത്തും കൂടെ വീഴുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് പ്രത്യേകിച്ച് ഒരു ആത്മീയ സന്തോഷമായിരുന്നു. ഇതുവരെ ചെയ്ത ഒരു പ്രോഗ്രാം പോലെ അല്ല ഇന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള എന്താണ്, നമ്മൾ വി ബിലോങ്, ഈശോയുടെ ആൾക്കാരാണെന്നും ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഫൈനൽ ബ്ലെസ്സിങ്ങിനായിട്ട് ഇരിക്കാം. കർത്താവായ ദൈവമേ. അതെ, പറയണം. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ആമേൻ, 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 ആമേൻ. താങ്ക് യു സോഫി, ഓർപ്പിച്ചതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ഞാൻ എൻ്റെ കരുത്തെ ഈ മക്കളുടെ നേരെ നീട്ടുന്നു. കർത്താവേ, അങ്ങയുടെ അണുപ്പിഴുതേറ്റക്കാരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലയിൽ വെക്കണമേ. അങ്ങയുടെ വലിയ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ഘോരമായ രാത്രിയിൽ വരാമെന്ന സകല ആപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. മരണങ്ങളിൽ നിന്നും മാരകരോഗങ്ങളിൽ നിന്നും പൈശാചിക കുടില തന്ത്രം, ഇവിടെ നിൽക്കുന്ന കുടില തന്ത്രത്തിനോടൊക്കെ പറ
കൂടുതൽ തന്ത്രങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് കർത്താവെ നാളെ നേരം വിളിക്കുമ്പോൾ അങ്ങയുടെ മഹത്വവും കരുണയും വീണ്ടും പാടിപ്പുകൊടുത്താൻ അങ്ങ് ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു. ഒരു വിധത്തിലുള്ള അപകടവും ഞങ്ങളെ തട്ടാതെ വേണം. അങ്ങയുടെ ചങ്കൽ നിറങ്ങിയ രക്തം ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കൊട്ടയായി ഇപ്പോൾ മാറുമാറാട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലിനെയും മറ്റു ദൂതന്മാരെയും ദൂതഗണങ്ങളെയും ഞങ്ങളുടെ പ്രത്യേക സംരക്ഷണത്തിനായി കാവൽ ഏർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗം ഞങ്ങളോട് കൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കുമാറാട്ടെ. ആമേൻ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബി ബ്ലസ്ഡ്, സ്റ്റേ ബ്ലസ്ഡ്.